ദൈവവചന ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ തിരിയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ മീറ്റിങ്ങിന് ഓർത്തത്തിന് നേരം സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കണം എന്നെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയ ഒരു നിയോഗം എസ്രായുടെ പുസ്തകം, പഴയ നിയമത്തിനകത്ത് ഏറ്റവും ഈടുറ്റ ഭാഗങ്ങളിൽ ഒരു പുസ്തകമാണ് എസ്രായുടെ പുസ്തകം. 9-ാമത്തെ അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എസ്രായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യം, 4-ാം വാക്യം, 5-ാമത്തെ വാക്യം. വാക്യങ്ങൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരിക്കുക എന്നുള്ള വാക്കൊക്കെ അടിവരയിട്ട് സൂക്ഷിക്കണം. ആ ഭാഗത്തിലൂടെ നമ്മൾ വരും. സ്തംഭിച്ചു കുത്തിയിരുന്നു. അടുത്തത് പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രായേലിൻ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എന്റെ അടുക്കൽ വന്നുകൂടി. അടുത്തത് എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ ഇരുന്നതിന്റെ സമയം, ടൈം ഷെഡ്യൂൾ അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. അടുത്തത് സന്ധ്യായാഗത്തിന്റെ സമയത്ത്, ഈ 5-ാമത്തെ വാക്യം കുറേ കൂടെ പ്രധാനപ്പെട്ട വാക്കാണ്. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ്, ഇങ്ങനെ കുറേ നേരം ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ സന്ധ്യായാഗത്തിന്റെ സമയമായപ്പോ ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ്. ആത്മതപനം എന്നുള്ള മലയാളം വാക്ക് അല്പം അതിനകത്ത് ഭാഷയ്ക്കകത്ത് വന്ന മിസ്റ്റേക്കാണ്. ആത്മതപനം എന്നുള്ള വാക്ക് ഞാൻ തിരുത്തി പറയാം. അത് പ്രസംഗത്തിൻ്റെ അവസാന സമയങ്ങൾ വരുമ്പോൾ ഞാൻ തിരുത്തി പറയും. ഇനി ഇൻ കേസ് ഞാൻ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കുമോ? ഓക്കെ, സ്തോത്രം. ആത്മതപനം എന്നുള്ള മലയാളം വാക്ക് അല്പം അത് ഭാഷയ്ക്കകത്ത് വന്ന മിസ്റ്റേക്കാണ്. തൽക്കാലം ആത്മതപനം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. എൻ്റെ ആത്മതപനം വിട്ടു എഴുന്നേറ്റു. അടുത്തത് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ. സ്തോത്രം. നമ്മൾ വായിച്ചു തുടങ്ങിയ 3-ാമത്തെ വാക്യവും വന്ന് നിൽക്കുന്ന വാക്യവും പൂർണ്ണതയുടെ വാക്യങ്ങളല്ല. സ്തോത്രം. 3-ാമത്തെ വാക്യം ഈ വർത്തമാനം കേട്ടപ്പോൾ. സ്വാഭാവികമായും ഒരു നല്ല വായനക്കാരന് അകത്ത് ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് വർത്തമാനം കേട്ടപ്പോഴാണ് ഈ മനുഷ്യൻ ഇങ്ങനൊരു പ്രാർത്ഥനയിലേക്ക് നീങ്ങിയത്? ഈ വർത്തമാനം എന്ന് പറയുമ്പോൾ എന്ത് വർത്തമാനം എന്ന് പറഞ്ഞാൽ മാത്രമേ ആ വാക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ കഴിയുള്ളൂ. ആവർത്തിക്കുന്നു, അതുകൊണ്ട് തന്നെ അതൊരു അപൂർണതയുടെ വാക്യമാണ്. ഈ വർത്തമാനം വന്ന് വായിച്ച് നിൽക്കിയ വാക്യവും ഒരു പൂർണ്ണതയുടെ വാക്യമല്ല. കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ കൈമലർത്തി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതും കൂടെ പറഞ്ഞാലേ ആ വാക്ക് പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. സ്വാഭാവികമായും തുടങ്ങിയ വാക്കും വന്ന് നിൽക്കുന്ന വാക്കും അപൂർണതയുടെ വാക്യങ്ങളാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഒരു നല്ല വായനക്കാരൻ്റെ മനസ്സിനകത്ത് ഒരു ആശങ്ക ജനിക്കും. എന്നാൽ ഈ മനുഷ്യൻ എന്ത് വർത്തമാനം കേട്ടപ്പോഴാ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ കൈ മലർത്തി പറഞ്ഞ കാര്യങ്ങൾ എന്തല്ല, അങ്ങനെയൊക്കെ ഒരു ആശങ്ക നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മൾ മലയാളി ബന്ധക്കോസുകാരാകുന്നത് കൊണ്ട് ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ആശയം ഉണ്ടാകും. ഉണ്ടോ? ആശങ്കയുള്ളവരാണ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് പോലും നോക്കാതെ ആ ബൈബിളെ കുനിഞ്ഞിരുന്നത് വായിക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലേ? തൊട്ടടുത്തിരി അവർക്ക് വളരെ ക്യൂരിയോസിറ്റി. എന്നാലും ഈ മനുഷ്യൻ എന്തായിരിക്കും കൈമലർത്തി പറഞ്ഞത്? സ്തോത്രം. അല്ല, ഈ വർത്തമാനം എന്തായിരിക്കും? അത് ആശങ്കയുള്ളത് കൊണ്ടാണ്. ഉണ്ടോ? ഞാൻ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ഇപ്പോഴും എൻ്റെ ഫേസിൽ അവർ നോക്കുന്നില്ല. കാരണം അവർക്കത് അറിയാതെ ഇനി ഒരു സ്വസ്ഥത കിട്ടുകയില്ല. സ്തോത്രം. ഓക്കെ, അതൊരു നല്ല വായനക്കാരൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഭാഗം ഈ വർത്തമാനം കേട്ടപ്പോൾ എന്നുള്ള ഭാഗവും അതിനകത്ത് പരിശുദ്ധാത്മാവ് നടത്തിയിരിക്കുന്ന ഒരു ആത്മീയ അന്തസത്ത അതും കൂടെ പറഞ്ഞേച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. സ്തോത്രം. എസ്രായുടെ പുസ്തകം വേദപുസ്തകത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അർത്ഥം മറ്റു പുസ്തകങ്ങൾക്ക് പ്രാധാന്യത ഇല്ലെന്നല്ല, നിശ്ചയമായും ഉണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യത എസ്രായുടെ പുസ്തകത്തിനകത്തുണ്ട്. സ്തോത്രം. എസ്രായുടെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ എസ്രാ എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മുതൽ ആരംഭിച്ചായിരിക്കും ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. സ്തോത്രം. ഞാൻ ഈ പുസ്തകത്തെ എപ്പോഴും വിശേഷിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എസ്രായുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും ചേർന്ന് വരുന്ന പുസ്തകങ്ങളാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചേർന്ന് വരുന്ന നിരവധി പുസ്തകങ്ങളുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഒരു കാലഘട്ടത്തിലൊക്കെ ഇതൊറ്റ പുസ്തകമായി അറിയപ്പെട്ടു. പിന്നത്തേതിൽ പേപ്പറുകളാക്കി തരംതിരിച്ച അധ്യായങ്ങളാക്കി മാറ്റിയപ്പോൾ ഇത് 2 ഭാഗങ്ങൾ, 2 ടെക്സ്റ്റുകളാക്കി എഴുതിയെന്നേ ഉള്ളൂ. ഇത് ഒറ്റ പുസ്തകമായി അറിയപ്പെട്ടു. ഇനി അറിയപ്പെടാനൊരു കാരണമുണ്ട്. 2 പുസ്തകത്തിൻ്റെ പ്രമേയം ഏകദേശം ഒന്നാണ്. സ്തോത്രം. എസ്രായുടെ പുസ്തകത്തിലെ വിഷയം എന്ന് പറയുന്നത് പണിയാണ്. നിങ്ങൾക്കറിയാം, പണി, ആലയത്തിൻ്റെ പണി. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെയും വിഷയം അത് തന്നെയാണ്, പണി സംബന്ധമായ ഒരു വിഷയമാണ്. പക്ഷെ അവിടെ ആലയത്തിൻ്റെതല്ല, മതിലിൻ്റെ പണിയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ പണി സംബന്ധമായി അറിയപ്പെടുന്ന ടെക്സ്റ്റ് എന്ന കാരണത്താൽ ഇത് 2ഉം ഒറ്റ ടെക്സ്റ്റായി അറിയപ്പെട്ടു. ഇതുപോലെ പുതിയ നിയമത്തിനകത്ത് 2ഉം ചേർന്ന് വരുന്ന പുസ്തകങ്ങളുണ്ട്. അതിനകത്തൊന്നാണ്
എഫെസ്യ ലേഖനം, 2 കൊലോസി ലേഖനം എന്ന് പറയുന്നത്. കാരണം ഈ 2 പുസ്തകത്തിൻ്റെ പ്രമേയം, വിഷയം ഏകദേശം ഒന്നാണ്. എഫെസ്യ ലേഖനത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ശരീരമായ സഭ. 6 അധ്യായങ്ങളാണ് എഫെസ്യ ലേഖനത്തിനകത്ത്. 6 അധ്യായത്തിലും വിശദീകരിക്കുന്നത് ശരീരം. 1-ാം അധ്യായം സഭ ക്രിസ്തുവിൻ്റെ ശരീരം. 2-ാം അധ്യായം സഭ ഒരു ദൈവാലയം, ശരീരമായ സഭ ഒരു ദൈവാലയം. 3-ാമത്തെ അധ്യായം ശരീരമായ സഭ ഒരു മർമ്മം. 4-ാമത്തെ അധ്യായം അതേ സഭ, ശരീരമായ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി. 5-ാമത്തെ അധ്യായം അതേ ശരീരമായ സഭ ഒരു പുതിയ മനുഷ്യൻ. 6-ാമത്തെ അധ്യായം വരുമ്പോൾ അതേ സഭയായ ശരീരം ഒരു ഉത്തമ പടയാളി. അങ്ങനെ 6 അധ്യായത്തിൽ ശരീരമായ സഭയെ 6 തലത്തിൽ വിശദീകരിച്ചിട്ട് കൊലോസി ലേഖനത്തെ പൗലോസ് ഇങ്ങനെ ചിന്തിച്ചു, ശരീരത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതിനൊരു തലയുണ്ട്. ആകയാൽ തലയായ ക്രിസ്തുവിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന കാരണത്താൽ തലയെക്കുറിച്ച് കൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ശരീരവും സഭയും ഇത് ചേർന്ന് വന്നാൽ മാത്രമേ ആ വിഷയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. ആകയാൽ ഇത് ഒറ്റ ടെക്സ്റ്റായി അറിയപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളുണ്ട്. നമ്മുടെ ചിന്ത എസ്രായുടെ പുസ്തകമാണ്. ഞാൻ ആവർത്തിക്കുന്നു, എസ്രായുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും ചേർന്ന് വരുന്ന പുസ്തകങ്ങൾ. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 പുസ്തകത്തിൻ്റെ വിഷയം പണി സംബന്ധമായ വിഷയമാണ്. സ്തോത്രം. എന്നാൽ ഈ പണിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എസ്രായുടെ പുസ്തകത്തിൻ്റെ പണി ആലയത്തിൻ്റെ പണിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ഈ പണിയുടെ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 1 എന്ന ക്രമത്തിൽ ആരംഭിക്കണം. എന്ന് വെച്ചാൽ തരിശു ഭൂമിയാണ്, ഒന്നുമില്ലാത്തതിൻ്റെ നടുവിൽ നിന്നും അടിസ്ഥാന കല്ലിട്ട് ആരംഭിക്കേണ്ട പണിയാണ് എസ്രായുടെ പുസ്തകത്തിൻ്റെ പണി. എന്നാൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പണി അങ്ങനെയല്ല. മതിൽ ഉണ്ടായിരുന്നു, പക്ഷേ ശത്രു തീ വെച്ച് ചുട്ടു നശിപ്പിച്ചതാണ്. അപ്പോൾ നടത്തിക്കൊണ്ട് വന്നതിനെ പൊളിച്ചു കളഞ്ഞതിൻ്റെ നടുവിൽ ഒന്ന് റീബിൽഡ് ചെയ്തെടുത്താൽ മതി. അതാണ് 2-ാമത്തെ പണി. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വളരെ ശാന്തമായിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് എൻ്റെ കർത്താവ് 2 പണികളെ ചെയ്യും. സ്തോത്രം. 1, ഇല്ലാത്തതിനെ എൻ്റെ കർത്താവ് പണിയും. 2, ഉള്ളതിനെ എൻ്റെ ദൈവം റീബിൽഡ് ചെയ്തെടുക്കും. ആവർത്തിച്ച് ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പറയുകയാണ്. ഇല്ലാത്തതിനെ പണിയുന്നൊരു ദൈവത്തെ നമുക്കറിയാം, ഉള്ളതിനെ റീബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ദൈവത്തെ അറിയാം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, തരിശു ഭൂമിയുടെ നടുവിൽ അടിസ്ഥാന കല്ലിട്ട് ആരംഭിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുകയാണ്, അവൻ ഇടിഞ്ഞു പോയതിനെ വീണ്ടും പുതുക്കി പണിയാൻ സർവശക്തനായ ദൈവമാണ്. ആരോ പറയുന്നു തലമുറയില്ല പാസ്റ്റർ, ഇല്ലാത്തതിനെ ദൈവം പണിയുമല്ലോ. ആമേൻ. ആരോ പറയുന്നു തലമുറയുണ്ട്, പക്ഷെ ഉള്ള കൊച്ചിൻ്റെ ഭാവി തുറന്നു വന്നിട്ടില്ല, അതിനെ ദൈവം റീബിൽഡ് ചെയ്തെടുക്കുന്ന സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് ഉറപ്പിച്ചു പറയുകയാണ്, ഒരു കുശവന്റെ ആലയത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചേറിനകത്ത് നിന്നും കുശവൻ തൻ്റെ കൈകൊണ്ട് ആ ചേറിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് അത് തൻ്റെ പണിശാലയ്ക്കകത്ത് കൊണ്ടുവന്ന് കുശവൻ അതിനെ പണിയാൻ ആരംഭിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറയണോ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ പകൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഇല്ലാത്തതിനെ പണിയുന്ന സർവശക്തന്റെ കരവും ഞങ്ങൾ കാണുന്നുണ്ട്, ഉള്ളതിനെ റീബിൽഡ് ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ മഹത്വവും ഞങ്ങൾ കാണുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ തന്നെ അലറി വിളിക്കുന്ന സകല അന്ധകാരത്തിന്റെ ശക്തികളും ദേശത്തിന്റെ സകല ദുർഭൂതങ്ങളുടെ ആത്മാവും പറയും, ഇടിച്ചു കളയും, പൊളിച്ചു കളയും, നിനക്ക് പണിയാൻ പറ്റത്തില്ല, നടുന്നതിനെയും നനയ്ക്കുന്നതിനെയും പാതി വഴിയിൽ വെച്ച് വെട്ടിക്കളയുമെന്ന് പറയുന്ന ദുരാത്മ മണ്ഡലത്തെ നോക്കി അകത്ത് അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്നു പകലും ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഈ യോഗം കഴിഞ്ഞ് എൻ്റെ കൂടാരത്തിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുന്നതിനേക്കാൾ മുമ്പ് ഇടിഞ്ഞതിനെ എൻ്റെ സ്വർഗത്തിലെ ദൈവം പണിയാൻ അവൻ സർവശക്തനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ ഇല്ലാത്തതിനെ ടു ക്രിയേറ്റ് എൻ്റെ ദൈവം പണിയുന്ന സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കാടപ്പക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഉലക ചരിത്രത്തിനകത്തില്ലായിരിക്കെ ഇല്ലാത്തതിന്റെ നടുവിൽ നിലവിളിക്കുന്ന ഇസ്രായേലിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട സർവശക്തനായ ദൈവം കൽപ്പിക്കുക, ഇല്ലാത്തതിനെ ഞാൻ പണിയാൻ പോകുകയാണ്. കാടപ്പക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. ആകയാൽ അകത്ത് കിടക്കുന്ന ലിവ്യാതാന്റെ തലയെ തകർത്ത് അതിന് ചിറക് വെച്ച് പിടിപ്പിക്കുക, അത് പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിലൂടെ പറത്തിവിടുന്ന സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ഈ പ്രാർത്ഥനയുടെ 5-ാമത്തെ പകലും ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അന്യഭാഷയിൽ ശബ്ദമുയർത്തി അടകബറം സ്മാരകത്തലം സ്മാരകസി ഹത്തനം സ്മാരകസിയാവന രക്തത്താൽ വചനത്താൽ ഇന്നു പകൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ക്രൈസ്റ്റ് സെന്റർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവ സഭയ്ക്കകത്തും ഈ ചർച്ചിന്റെ അടുത്ത വേരുറപ്പിക്കാൻ പാകത്തിൽ പണിയുന്നൊരു ദൈവകരത്തിന്റെ മഹത്വം എനിക്കറിയാം. ശക്തന്മാരായ അഭിഷക്തന്മാർ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പറഞ്ഞ ദൈവിക ദൂതിന്റെ കലവറകൾ ചെറുതല്ല. ആ ദൂതുകൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇന്നു പകൽ അടുത്ത ദൂത് പരിശുദ്ധാത്മാവ് പറയുക,
പറയുകയാണ്, അവൻ പണിയുടെ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇനിയും ആ പണിയുടെ പ്രത്യേകതകൾ ഞാൻ ആവർത്തിച്ചു പറയട്ടെ. അത് ഇല്ലാത്തതിനെ പണിയും, ഉള്ളതിനെ എൻ്റെ ദൈവം റീബിൽഡ് ചെയ്തെടുക്കാൻ സർവശക്തനായ ദൈവമാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞെട്ടലോടൊരു വാർത്ത കേൾക്കുന്നത്. തലമുറയുണ്ടാകാൻ അല്പമല്ലാത്ത പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. വലിയ വിഷയങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അല്പമല്ലാത്ത ഭാരങ്ങൾ ഞങ്ങൾക്കുണ്ട്. ആകയാൽ നോർമലി ഉണ്ടാകുന്ന ഒരു സന്തതിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അതിന് മെഡിക്കൽ സയൻസിൻ്റെ പരിമിതിക്കകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ ലൈഫിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. ആകയാൽ ഇനിയൊരു കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്ന സമയങ്ങൾ ഇല്ല. അതിനോട് അഡ്ജസ്റ്റഡ് ചെയ്യാം എന്ന് ചിന്തിച്ചിരുന്ന സമയങ്ങൾ. പക്ഷേ ഈ പകലത്ത് ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ പകൽ നിൽക്കുമ്പോൾ തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയാം, മെഡിക്കൽ സയൻസിൻ്റെ സകല പരിമിതികളെയും ദൈവം പൊട്ടിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾക്കൊരു ആൺ സന്തതിയെ ദാനമായി നൽകി. 2.5 വയസ്സായി അവന്. സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറയണം, ഇല്ലാത്ത ഉദരങ്ങളെ കർത്താവ് തുറക്കും, ഇല്ലാത്ത ശാരീരിക മേഖലകളെ ദൈവം തുറക്കും, ഇല്ലാത്ത കൂടാരത്തിൻ്റെ നന്മകളെ ദൈവം തുറക്കും, ഇല്ലാത്ത ഭവനത്തിൻ്റെ സമാധാനം ദൈവം തുറക്കും, ഇല്ലാത്ത ജീവിതത്തിൻ്റെ ബിസിനസ് റലങ്ങളെ എൻ്റെ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവം തുറക്കും. അഭിഷേകമുള്ളവർ ആത്മാവിൽ ആവർത്തിച്ച് പറയുകയാണ്, എൻ്റെ ദൈവം പണിയുടെ ദൈവമാണെങ്കിൽ ഓ റംബല ഹർഷകരാധന ഹംദല ഗത്തുക റംദല വംശപ റംദല വൈഡപ റംദഗനേദക നാദക രക്ഷക റംദല ബശപ റംദക റംദല ഹസ്തഗനേദക നാദഗനേദി. എനിക്കറിയാം, ഞാൻ ഇന്ന് പകൽ ആ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ ഹോളിനകത്ത് മാത്രമല്ല, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയണോ, ആ ദൂത് ഇന്ന് പകൽ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ദേശത്തിന്റെ 4 ദിക്കിനകത്തും എൻ്റെ ദൈവത്തിന്റെ പണിയുടെ മഹത്വം വെളിപ്പെട്ടു വരുന്നതിനായി ദൈവത്തിന് ഹല്ലേലൂയ. 1, അവൻ പണിയുടെ ദൈവമാണെങ്കിൽ 1ാമത്തെ പണി അവൻ ബിൽഡ് ചെയ്യും. 2, എൻ്റെ ദൈവം റീബിൽഡ് ചെയ്യാൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഈ ഭാഗമായി കണക്റ്റഡ് ആകുന്ന വേദപുസ്തകത്തിൽ നിരവധി സംഭവമുണ്ട്. എൻ്റെ പ്രസംഗ വിഷയം പണി സംബന്ധമായ വിഷയങ്ങളൊന്നുമല്ല. എൻ്റെ വിഷയം എസ്ര പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ തലമാണ്. അവിടെ നടത്തിയൊരു പ്രതികരണമാണ് എൻ്റെ വിഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് പ്രസംഗത്തിന് ഒരു കൊച്ചു ഹെഡിങ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറയും, മാനുഷിക പ്രതികരണവും ആത്മീയ പ്രതികരണവും. ഈ ഭാഗത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. പക്ഷേ അതിനൊരു പാലമൊരുക്കി ആ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ വരും. അത് 9-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുമ്പോഴേ എസ്ര ഏത് വർത്തമാനം കേട്ടെന്നും വർത്തമാനം കേട്ടപ്പോൾ താൻ കൈമലർത്തി പറഞ്ഞ കാര്യം എന്തെന്നും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രാവിലത്തെ സെക്ഷനാണ്, കുറച്ച് സമയമുള്ളത്, അതുകൊണ്ട് ആത്മനിയോഗത്തോടെ 4 മണി വരെ പൊക്കോളാനാണ് പറഞ്ഞത്. അത്രയൊന്നും പോകുന്നത് ശരിയല്ല. ഒരു 3:50 ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആമയും പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകണം. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, ആ ചിരി കാണുമ്പോഴേ മനസ്സിലാക്കുന്നുണ്ട് സന്തോഷമാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചേ, അയ്യോ ആരുടെയോ മനസ്സിനകത്ത് ഒരു ഇടിപാട് വാസ് ചെയ്തു, അത്രയും പോകുന്നു. അത്രയൊന്നും പോകുകയില്ല. ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അല്ലെ തന്നെ പ്രസംഗം തീർക്കുന്ന നമ്മുടെ ഉദ്ദേശമേ അല്ല. അങ്ങനെ ഒരു ഉദ്ദേശമേ നമുക്കില്ല. പ്രസംഗത്തിൻ്റെ പ്രത്യേകത, നിന്ന് പ്രസംഗിക്കാൻ ത്രാണിയുള്ളവരാണെങ്കിൽ, ഇരുന്ന് കേൾക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ പ്രസംഗം എത്ര മണിക്കൂർ വേണേലും കൊണ്ടുപോകാം. നമ്മുടെ വിഷയം പ്രസംഗം തീർക്കുന്നതല്ല, നമ്മുടെ വിഷയം ദൂതൊന്ന് വെളിപ്പെട്ട് വരയണം. ഈ പ്രാർത്ഥനയോടെ വണ്ടിക്കൂലി മുടക്കി കർത്തൃസന്നിധിയിൽ ആയിരിക്കുന്ന സകലരോടും പരിശുദ്ധാത്മാവൊന്ന് സംസാരിച്ചേച്ചും ഇന്ന് രാവിലെ നമുക്ക് സന്തോഷത്തോടൊന്ന് മടങ്ങണം. അത് കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അപ്പോൾ ഇതൊരു പണിയുടെ പുസ്തകമാണ്. എസ്രായുടെ പുസ്തകം, നെഹമ്യാവിൻ്റെ പുസ്തകം ചേർന്ന് വരുന്ന പുസ്തകങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ പണിയുടെ പ്രത്യേകതകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ബിൽഡിംഗ് ആണ്. 2, ഇത് റീബിൽഡിംഗ് ആണ്. സ്തോത്രം. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ ഈ ബിൽഡിംഗ് ആൻഡ് റീബിൽഡിംഗ് എന്ന് പറയുന്ന വിഷയവുമായി കണക്റ്റഡ് ആകുന്ന നിരവധി സംഭവങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. സ്തോത്രം. കർത്താവ് ഈ മർക്കോസിന്റെ സുവിശേഷം എടുക്കണ്ട 8-ാമത്തെ അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലും 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നുണ്ട്. എടുക്ക പോലും വേണ്ട, കാണാതറിയാവുന്ന സംഭവമാണ്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ കുരുടനെയും യോഹന്നാന്റെ സുവിശേഷത്തിലെ കുരുടനെയും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിലെ കുരുടന് ജന്മന കാഴ്ചയില്ല. നിങ്ങൾക്കറിയാം, അവന് ജനിച്ചപ്പോൾ മുതൽ കണ്ണ് കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പം അവൻ്റെ മേൽ നടക്കേണ്ട പണി ബിൽഡിംഗ് ആണ്. സ്തോത്രം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, കണ്ണില്ല, കാഴ്ചയില്ല, കാഴ്ചയില്ലാത്തതിനെ 1 എന്ന ക്രമത്തിൽ ആരംഭിക്കണം. അതുകൊണ്ടാണ് താഴെ നിലത്ത് നിന്ന് ചേറൊക്കെ കുഴച്ച് ഏതൻ തോട്ടത്തിൻ്റെ സിസ്റ്റം ടു ക്രിയേറ്റ്, അവിടെ അതാണ് നടക്കുന്നത്. എന്നാൽ ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ കുരുടന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവന് കാഴ്ച ഉണ്ടായിരുന്നു, കാലക്രമത്തിൽ എന്ത് ചെയ്തതാ, നഷ്ടപ്പെട്ടു പോയതാ. തെളിവ് ഒറ്റ കാര്യം, വായന പുസ്തകം നമുക്ക് നോർമലി വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവന് കണ്ണിൽ കർത്താവ് ഒന്ന് തൊട്ടപ്പോൾ അവനോട് ചോദിച്ചു, കാണുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുള്ളോ? മരങ്ങളെ പോലെ കാണുന്നുള്ളൂ. യേശു പറഞ്ഞു, അത്രയായോ, വാടാ ലൈവ് എടുക്കടാ, യൂട്യൂബ് എടുക്കടാ, കട്ട് ചെയ്യടാ, താഴെ നമ്മുടെ ചർച്ചിൻ്റെ പേര് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിക്കുക, അത്രയെങ്കിലും കാണുന്നുണ്ടല്ലോ. യേശു അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ സിസ്റ്റമാണ്. ഒരു സ്വത്രം പറഞ്ഞേ. ഓക്കെ, കാണുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, പോരാ, ഒന്നുകൂടെ തൊട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം കാണുന്നുണ്ട്. മനുഷ്യനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്നറിയാമോ? അവന് മനുഷ്യനെയും കണ്ടാൽ മനസ്സിലാകും, മരങ്ങളും കണ്ടാൽ
മനസ്സിലാക്കും. നോർമൽ ഒരു വായനക്കാരൻ്റെ അകത്ത് കയറുന്ന ബുദ്ധിയാണത്. സ്തോത്രം. അർത്ഥം അവൻ മനുഷ്യനെയും കണ്ടിട്ടുണ്ടോ മരങ്ങളെയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവനായിരുന്നു അവൻ. കാലക്രമത്തിൽ എന്ത് ചെയ്തതാ? അപ്പോൾ അവൻ്റെ കാഴ്ചയെ ദൈവം ബിൽഡിംഗ് അല്ല ചെയ്യുന്നത്, റീബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടതിനെ തീ വെച്ച് ചുട്ടു നശിപ്പിച്ചതിനെ വീണ്ടും ടു ക്രിയേറ്റ് അല്ല, അതിനെ റീബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം. ഞാൻ ആവർത്തിച്ച് ആ ദൂത് പറയുന്നു. ഈ ഫാസ്റ്റിംഗ് തീരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ചർച്ചിനകത്ത് ഈ 2 പണികളെ കർത്താവ് ചെയ്യും. എൻ്റെ ദൈവം ബിൽഡിങ്ങും ചെയ്യും, അവൻ റീബിൽഡിങ്ങും ചെയ്യാൻ സർവശക്തനായ ദൈവമാണ്. ഇനിയും നിങ്ങൾക്കൊരു സംഭവം കേൾക്കണമോ? നാട്ടുകാരെല്ലാം കൂടെ ഈ സ്തോത്രം ഒരു കൈ വരണ്ട ഒരു മനുഷ്യനെ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടെ. യേശുവിൻ്റെ അടുക്കലേക്ക് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ, ബ്രദർ എന്നെ പിക്ക് ചെയ്താ ബ്രദർ ഒന്ന് വരാമോ സ്റ്റേജിലേക്ക്? സ്തോത്രം. ഈ നാട്ടുകാരെല്ലാം കൂടെ ഒരുവനെ കൊണ്ടുവന്നു. എപ്പോഴും യേശുവിൻ്റെ അടുക്കലേക്ക് ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ ഓരോ പ്രത്യേകതകളുണ്ട്. സ്തോത്രം. ആദ്യത്തെ കുരുടൻ്റെ സംഭവം തന്നെ ഞാൻ തൊടാം. ഇവരെല്ലാം കൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുവന്നു. ബേസയിലെ കുരുടനെ കൊണ്ടുവന്നു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ജസ്റ്റ് ഇവനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നാട്ടുകാർ പറയുന്നത് കേൾക്കാനല്ല കർത്താവ് നിൽക്കുന്നത്. കർത്താവിനെ തൊട്ടെന്നല്ല, അവൻ്റെ കൈക്ക് കയറി പിടിച്ചു. സ്തോത്രം. കൈക്ക് കയറി പിടിച്ചിട്ട് യേശു കർത്താവിനെ ഊരിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. എന്നിട്ടാണ് അവൻ്റെ കണ്ണെ തൊട്ടത്. എല്ലാം സംഭവിച്ചു. വിടുതൽ നടന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിടുതൽ നടന്നിട്ട് അവനോട് യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? വിടുതൽ നടന്നിട്ട് യേശു അവനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആർക്കെങ്കിലും കേട്ടില്ല? ആരോടും പറയരുത്. പിന്നെ അടുത്തത് അതാരാ പറഞ്ഞേ? അയ്യോ, PIP ആയിരുന്നെങ്കിൽ ഒരു കൊച്ചു മുട്ടായി തരായിരുന്നു. സ്തോത്രം. വേണ്ടേ ഇനി നീ ഊരിനകത്ത് കടക്ക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലോട്ട്, എന്തുവാ വാക്കിൻ്റെ അർത്ഥം? ഒരു സിമ്പിൾ വേർഡാണ്. സ്തോത്രം. അവനെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. കണ്ണെ തൊട്ട് കാണുന്നുണ്ട്, വീണ്ടും തൊട്ടു, കണ്ടു, എല്ലാം സ്പഷ്ടമായി. ഇനി നീ ഊരിനകത്ത് കടക്ക പോലും അരുതെന്ന് പറഞ്ഞ് അവനെ വീട്ടിലോട്ട്. എന്നാ വാക്കിൻ്റെ അർത്ഥം? അങ്ങനെ ഇപ്പോൾ എല്ലാം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് പാസ്റ്ററിനെ കൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണോ? അല്ല. എന്നാ വാക്കിൻ്റെ അർത്ഥം? അവൻ ഇനി നീ ഊരിനകത്ത് കടക്ക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലോട്ട് പറഞ്ഞയച്ചു. അർത്ഥം അത്ര ഒന്നും വേണ്ട. അല്ല, ഒറ്റ വാക്ക്. അവൻ്റെ വീട് ആ ഊരിനകത്ത് അല്ല. ഇനി നീ ഊരിനകത്ത് കടക്ക പോലും അരുത്, വീട്ടിലോട്ട് എന്ത് ചെയ്തോണം? അതിനകത്ത് അവൻ്റെ വീട് ആ ഊരിനകത്ത്. അപ്പോൾ അവൻ ഈ ഊരിനകത്ത് വന്നപ്പോഴാണ് അവൻ്റെ കാഴ്ച പോയേ? അറിയില്ല. അത് ബൈബിളിനകത്ത് സൈലൻ്റ് ആണ്. ആക്ച്വലി എന്തോ ഒരു കാര്യത്തിന് ഇവൻ ആ ഊരിനകത്ത് വന്നതാ. പിന്നെ അവന് വീട്ടിലോട്ട് പോകാൻ പറ്റി കാണില്ലേ? അറിയില്ല. ബൈബിൾ ആ വിഷയത്തിൽ സൈലൻ്റ് ആണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതം മാത്രമല്ല, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാം, പണി മാത്രമല്ല, പണി നടന്നു കഴിഞ്ഞാൽ നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അപ്പോൾ തന്നെയാണ് ആ കൈ വരേണ്ട മനുഷ്യനെ കണ്ടോ? അവിടെയും പണിയുടെ മഹത്വമാണ് സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യുന്നത്. കൈ വരേണ്ട മനുഷ്യൻ. ഇനി നിങ്ങൾ നോക്കിക്കേ, അവൻ്റെ ഏത് കൈയാണ് വരേണ്ടതെന്ന് ലൂക്കോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വീട്ടിൽ പോയി വായിക്കണം. ഏത് കൈയാണ് വരേണ്ടത് ലൂക്കോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസ് ഒരു വൈദ്യനാകുന്നത് കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് പുള്ളി വിശദീകരിക്കുന്നത്. ഏത് കൈയാണ് വരേണ്ടത്? ആ കൈ വരേണ്ട മനുഷ്യൻ്റെ പ്രശ്നം, ഒരു കൈ നോക്കുമ്പോൾ അവൻ അപമാനമാണ്, ഒരു കൈ നോക്കുമ്പോൾ അവൻ അഭിമാനമാണ്. ആ കൈക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ഈ കൈ നോക്കുമ്പോൾ അവൻ എന്നും ലജ്ജയ, അപമാനമാണ്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 2 തട്ടുകളെ കാണിക്കുകയാണ്. സ്തോത്രം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇന്നൊക്കെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു മമ്മി എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. സാധാരണ ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ ഹലോ, പ്രൈസ് ദി ലോർഡ്, സമയമുണ്ടോ, പാസ്റ്ററാണോ, ഇതൊന്ന് കൺഫേം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ? സംസാരിക്കുള്ളൂ. സ്തോത്രം. എന്നാൽ ചിലരങ്ങനല്ല. ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിച്ചിട്ട് പറയും, പാസ്റ്റർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, കണ്ണടച്ച് എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വണ്ടി ഡ്രൈവ് ചെയ്യുക. അതൊന്നും സാരമില്ല പാസ്റ്റർ, കണ്ണടച്ച് എന്ത് ചെയ്താൽ മതി? ഒന്ന് അത് വിഷയത്തിൻ്റെ രൂക്ഷത കൊണ്ടാണ്. ഓക്കെ, ഒരാളോട് മാനേഴ്സ് ആണെങ്കിൽ, അത് പാസ്റ്ററോടൊന്നല്ല, പ്രവാചകനോടൊന്നല്ല, വിശ്വാസി എന്നല്ല, മനുഷ്യൻ ആര് വിളിച്ചാലും ആദ്യം മാനേഴ്സായിട്ട് സമയമുണ്ടോ, പിന്നെ പാസ്റ്റർ ആണോ കൺഫേം ചെയ്യും. എന്നിട്ടാണ് സംസാരിക്കുന്നത്. സ്തോത്രം. ഈ ആൻറ്റി വിളിച്ചിട്ട് സൂപ്പർ ഫാസ്റ്റ് പോകുന്നത് പോലെ പോകുകയാണ്. പാസ്റ്റർ, ഞാൻ വിളിക്കുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടൊരു വീടാണ്. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ്, അദ്ദേഹം പെൻഷനായി. എന്നിട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് വന്നു. പാസ്റ്റർ, ഈ രാജ്യത്ത് വന്നപ്പോൾ തന്നെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് തന്നു. നല്ലൊരു സഭയാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ആരാധിക്കുന്ന സ്തോത്രം പ്രാർത്ഥിക്കുന്നതിൻ്റെ മൂത്ത സന്തതി ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. ഞാൻ ചിന്തിച്ചു, ഈ മമ്മി എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? സ്തോത്രം. സൂപ്പർ ഫാസ്റ്റ് പോകുന്നത് പോലെ ഈ മമ്മി ഇങ്ങനെ പറയുമ്പോൾ ആവർത്തിച്ച മമ്മി പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവനെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. മൂത്തവൻ, അവനൊരു കൊച്ചുമകനുണ്ട്, അവനെ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇളയതിൻ്റെ കാര്യം അത് മിണ്ടിയില്ലല്ലോ. 2 പിള്ളേരുണ്ടെന്നല്ലേ പറഞ്ഞു. ഇളയതിൻ്റെ കാര്യം അതൊന്ന് ചോദിക്കാമോ? ഞാൻ പറഞ്ഞു ആൻറ്റി അതിനൊന്ന് ബ്രേക്ക് ഇടാവോ? ആൻറ്റി ചോദിച്ചു, എന്നാ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, അല്ല, ഇളയത് അതിവിടെ അതാ രാജ്യത്തിലാണോ? ആ മമ്മിയുടെ അടുത്ത വാക്ക്, അവനെ ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു കരിങ്കല്ലിറക്കി വെക്കുന്ന ഭാരം. ഒരു ജീവിതത്തിൻ്റെ 2 തട്ടുകളാണ്. ഒന്നോർക്കുമ്പോൾ അഭിമാനമാണ്, ഒന്നോർക്കുമ്പോൾ അപമാനമാണ് ആ മമ്മിക്ക്.
ആവർത്തിക്കട്ടെ, ഒന്നോർക്കുമ്പോൾ അഭിമാനവും ഒന്നോർക്കുമ്പോൾ അപമാനവും. സ്തോത്രം. എന്നാൽ കൈവരണ്ട മനുഷ്യന്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്തപ്പോൾ വേദപുസ്തകത്തിൽ എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? അവന് സൗഖ്യമായി എന്നല്ല. ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? സുജിത്തച്ച ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അത് മറ്റേതുപോലെ സൗഖ്യമായി എന്ന് വെച്ചാൽ നീ അഭിമാനം എന്ന് പറഞ്ഞ വിഷയത്തെ പോലെ തന്നെ അടുത്തതിനെ വിടിവിപ്പാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം. ഇന്ന് പകൽ എത്ര ദൈവത്തിൻ്റെ മക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചതിനെ, തീ വെച്ച് ചുട്ടു നശിപ്പിച്ചതിനെ, ഉള്ളതിനെ നശിപ്പിച്ചു കളഞ്ഞതിനെ, അലങ്കോലമാക്കി കളഞ്ഞതിനെ, അപമാനമാക്കി കളഞ്ഞതിനെ ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറയണോ, അത് മറ്റേതുപോലെ തന്നെ വിടിവിപ്പാൻ എൻ്റെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ കരം അടിച്ചോ, കരം ഉയർത്തിയോ ഒക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞ് അവൻ പണിയുടെ ദൈവമാകയാൽ എനിക്ക് വേണ്ടി അത് ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. കണ്ടോ? ആമേൻ. യെശയ്യായുടെ പുസ്തകത്തിനകത്ത് ഈ പണികൾ ആരംഭിക്കുകയാണ്. പ്രിയരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ദൂതുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഈ പണിയുടെ തുടക്കം ആരാണ് ഇട്ടതെന്ന് അറിയണം. ഈ പണിയുടെ തുടക്കം ഇട്ടത് ആരാണ്? 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഈ പണിയുടെ തുടക്കം, ആലയത്തിന്റെ പണിയുടെ തുടക്കം ആരാണ് ഇട്ടത്? യെശയ്യായുടെ പുസ്തകം 1-ാമത്തെ വാക്യം. ബ്യൂട്ടിഫുൾ വേർഡാണ്, അടിവരയിട്ട് സൂക്ഷിക്കണം. ആമേൻ. സ്തോത്രം. ഇരമ്യാവ് മുഖാന്തരം ഉണ്ടായ പ്രവചനം, ആ പ്രവചനം നിവർത്തിക്കേണ്ടതിന് പാർസി രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ, പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിന്റെ മനസ്സിനെ ഉണർത്തി. യഹോവ കോരശിന്റെ മനസ്സിനെ ഉണർത്തി. അർത്ഥം, ഈ പണിയുടെ തുടക്കമിട്ടത് മനുഷ്യനല്ല. ഈ പണിയുടെ തുടക്കമിട്ടത് ചിലതിൻ്റെ ഹൃദയത്തോട് തമ്പുരാൻ ഇടപെട്ടതാണ്. സ്തോത്രം. ചിലതിൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചതാണ്. ചിലതിൻ്റെ ഹൃദയത്തോട് ദൈവം ചിലത് തോന്നിപ്പിച്ചതാണ്. സ്തോത്രം. ഈ പകൽ മറ്റൊന്നിനും വേണ്ടി സമയം മാറ്റിവെക്കാതെ കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ പറയണം, ഇരിക്കുന്നത് ചർച്ചിനകത്താണെങ്കിലും വിഷയം കിടക്കുന്ന സ്ഥലത്ത് ദൈവം ചിലരോട് ഇടപെടാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചൊല്ലത്തേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, ഞങ്ങൾ ആത്മാവിൽ നിന്റെ മുഖത്തേക്ക് നോക്കത്തേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വിഷയമുള്ള സ്ഥലത്ത് ചിലതിൻ്റെ മനസ്സിനോട് ഇടപെടാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. പക്ഷെ അത് കഴിയുന്നൊരു സർവശക്തനായ ദൈവമുണ്ട്. രക്തത്താൽ ജയമെടുക്കുക. അപ്പൊ ഈ പണിയുടെ തുടക്കമിട്ടത് മനുഷ്യനല്ല, ഈ പണിയുടെ തുടക്കമിട്ടത് സർവശക്തനായ ദൈവമാണ്. ഒന്ന്, ദൈവം ചിലതിൻ്റെ മനസ്സിനെ ഉണർത്തി. 2, ഈ പണിയുടെ 2-ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇവർ ചെയ്ത കാര്യം. 3-ന്റെ 2-ാമത്തെ വാക്യം. 3-ന്റെ 2-ാമത്തെ വാക്യം. യോസാദാക്കിന്റെ മകനായ യേശുവയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും സെയൽത്തിയലിന്റെ മകനായ സെരുബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന്. പ്രധാനപ്പെട്ട വാക്കാണ് ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. ഒന്ന്, ദൈവം ചിലതിന്റെ മനസ്സുണർത്തിയപ്പോൾ ഇവർ ചെയ്ത കാര്യം, ഇവർ യഹോവയ്ക്ക് ഒരു യാഗപീഠം. എന്നാ ഈ പുസ്തകത്തിലെ പണി? ഇവരെന്നാ പണിയാൻ പോന്നേ? ആലയം. പക്ഷെ ഇപ്പം എന്നാ പണിയുന്നേ? മെനക്കേടല്ലേ? ആ പൈസയും കൂടെ ഉണ്ടെങ്കിൽ ആലയത്തിന് എന്തെങ്കിലും ഒരു കല്ലിറക്കാൻ പാടില്ലേ? ഇവർ പറഞ്ഞ് പോരാ പാസ്റ്റർ, ദൈവം ചിലതിൻ്റെ അടിസ്ഥാനം ഇട്ടു, ദൈവം ചിലതിൻ്റെ മനസ്സുണർത്തി, ഇനി ദൈവത്തിനൊരു യാഗപീഠം പണിയണം. യാഗപീഠം എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ലക്ഷണമാണ്. ദൈവം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പണി ആരംഭിച്ചാൽ ആരംഭിച്ച ദൈവത്തെ കണ്ണും കൂട്ടി ആരാധിക്കണം. ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയണം, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം ഇട്ടതെങ്കിൽ, അവനാണ് എൻ്റെ ജീവിതത്തിൽ പ്രോജക്റ്റുകൾ ആരംഭിച്ചതെങ്കിൽ, ദൈവമാണ് ചിലത് തുടങ്ങിയതെങ്കിൽ, ഈ ഇരിക്കുന്നവരോട് മാത്രമല്ല ലൈവ് കാണുന്ന സകല ദൈവത്തിൻ്റെ മക്കളോടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, ദൈവമാണ് നിങ്ങളുടെ ലൈഫിനകത്ത് ചിലത് തുടങ്ങിയതെങ്കിൽ പിന്നെ ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിക്കേണ്ട, അടുത്ത സെക്കൻഡ് മുതൽ ആരംഭിച്ച ദൈവത്തെ കണ്ണും പൂട്ടി ആരാധിക്കാൻ മനസ്സുള്ള ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ദൈവം എന്ത് പ്രോജക്റ്റ് ഇട്ടാലും, ദൈവം എന്താരംഭിച്ചാലും, എൻ്റെ ലൈഫിനകത്ത് ദൈവം എന്ത് തുടങ്ങി വെച്ചാലും ആ തുടങ്ങിയ ദൈവത്തെ ഞാൻ ആരാധിക്കാൻ മറക്കില്ല. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അതുകൊണ്ടല്ലേ സൗഖ്യമായ 9 എണ്ണം തിരിച്ചു വീട്ടിൽ പോയപ്പോൾ ഒരുത്തൻ മാത്രം മടങ്ങി വന്നവനോട് ദൈവം ചോദിക്കുക, അതെ നീ മാത്രമല്ല സൗഖ്യമായത്, 9 പേർ, മറ്റു 9 പേർ എവിടെ? ദൈവത്തിന് അന്നും ഇന്നും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ദൈവം ആരുടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ആരംഭിച്ചാൽ തുടങ്ങിയ ദൈവത്തെ യാഗപീഠം പണിത് ആരാധിക്കണം. മറന്നുപോകരുത്. മനസ്സിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ കൊത്തിവെക്കണം. ദൈവം തുടങ്ങി വെച്ചാൽ ആ തുടങ്ങി വെച്ച ദൈവത്തെ ഞങ്ങൾ യാഗപീഠം പണിത് ആരംഭിക്കും, ആരാധിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി
നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ആകയാൽ ഈ വിഷയത്തിന്റെ തുടക്കം ദൈവം ചിലതിന്റെ മനസ്സുണർത്തി. 2, ഉണർത്തിയ ദൈവത്തിന് ഇവർ ഒരു യാഗപീഠം പണിതു. ഇവർ ആരാധിക്കാൻ തുടങ്ങി. ആരാധന കഴിഞ്ഞപ്പോൾ ആലയത്തിന്റെ പണി ദൈവം പൂർത്തീകരിച്ചു. പൂർത്തീകരണം കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം? പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? 7:27 വാക്യത്തിനകത്ത് ഇങ്ങനെയാണ്: യെരൂശലേമേ, യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന്. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, അലങ്കരിക്കേണ്ടതിന്. ഉറക്കെ പറഞ്ഞേ, അലങ്കരിക്കേണ്ടതിന്. അപ്പൊ പണി ദൈവം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യണം? അലങ്കരിക്കണം. സ്തോത്രം. പറയണ്ടായിരുന്നോ പാസ്റ്ററേ, നാളെ ആകട്ടെ കുറച്ച് തോരണവും കൂടെ കൊണ്ടുവന്ന്, ഇത്രയൊന്നും പോരാ, കുറച്ച് കളർ ബൾബൊക്കെ ഇട്ട്, അതാണോ അലങ്കാരം? അല്ല, അത് മാനുഷികമായ അലങ്കാരം. ഇത്രയൊന്നും പൊട്ടിയിട്ടാ പോരാ പാസ്റ്റർ, കുറച്ചും കൂടെയൊക്കെ ഒന്ന് പൊട്ടിയിട്ട് നാളെ ഒന്നുകൂടെ ഒരുങ്ങി, അതാണോ അലങ്കാരം? അല്ല. സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് അലങ്കാരം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെയാണ് പറയുന്നത്. സ്തോത്രം. ആലയത്തിൻ്റെ അലങ്കാരം എപ്പോഴും ആലയത്തിൽ ഇറങ്ങി വരുന്ന പ്രസൻസിനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം: ദൈവം എൻ്റെ ലൈഫിൽ ചില പണികൾ ആരംഭിക്കും, മനസ്സിനെ ഉണർത്തും. 2, അങ്ങനെ ചെയ്ത ദൈവത്തെ ഞങ്ങൾ യാഗപീഠം പണിത് ആരാധിക്കും. 3, ആരാധന കഴിയുമ്പോൾ പണി ദൈവം പൂർത്തീകരിക്കും. പിന്നൊരു കാര്യം ഞങ്ങൾ ചെയ്യും: കിട്ടിയതിനെ ഞങ്ങൾ നശിപ്പിക്കത്തില്ല, അലങ്കരിച്ച് സൂക്ഷിക്കും. ഇരിക്കുന്നവർ ചിലരെങ്കിലും ഒന്ന് തീരുമാനമെടുത്തിട്ട് പറയണം: ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ലൈഫിൽ ദൈവം എന്ത് പണി പൂർത്തീകരിച്ചാലും അതിനെ ഞാൻ നശിപ്പിക്കത്തില്ല, അതിനെ ഞാൻ അലങ്കരിച്ച് സൂക്ഷിക്കും. ഞാനത് പറയുമ്പോൾ തന്നെ ആ ദൂതിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ഈ ഫാസ്റ്റിംഗ് തീരുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്തൊരു പ്രാർത്ഥനയുടെ അഭിഷേകമായിരിക്കും ദൈവം ഇടുന്നത്. നശിപ്പിക്കരുത്, അലങ്കരിച്ച് സൂക്ഷിക്കണം. ഒരുപക്ഷെ പ്രവചന ശബ്ദമായിരിക്കും ഇടുന്നത്. നശിപ്പിക്കരുത്, അലങ്കരിച്ച് സൂക്ഷിക്കണം. ഒരുപക്ഷെ ഇതുവരെ ആരും കാണാത്ത ചില വെളിപ്പാടിലേക്കായിരിക്കും, ആ ഒരു കൃപാവരത്തിലേക്കായിരിക്കും ദൈവം നിന്നെ കയറ്റുന്നത്. നശിപ്പിക്കരുത്, അലങ്കരിച്ച് സൂക്ഷിക്കണം. എത്ര പേർ ആത്മാവിലൊന്ന് വിളിച്ചു പറയും: ദൈവം എൻ്റെ ലൈഫിൽ എന്താരംഭിച്ചാലും ഞാനതൊരിക്കലും നശിപ്പിക്കത്തില്ല, മാറാല പിടിച്ച് കിടക്കാൻ സമ്മതിക്കത്തില്ല, സകല തെരുവ് നായ്ക്കളും കയറിയിറങ്ങി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവ് എനിക്ക് 2 തലമുറകളെ തന്നു, നശിപ്പിക്കത്തില്ല ഞാനതിനെ അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാ. ദൈവം എനിക്കൊരു വീട് തന്നു, നശിപ്പിക്കില്ല അതിനെ ഞാൻ അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തനെ ദൈവം എനിക്ക് തന്നു, ഇല്ല ഞാനത് നശിപ്പിക്കത്തില്ല, ഞാൻ അതേന്ന് മാറിപ്പോകത്തില്ല, ഞാനത് അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവൻ ആവർത്തിച്ചു പറഞ്ഞേ: ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിനേക്കാൾ മുമ്പ് ദൈവം എൻ്റെ ലൈഫിൽ എന്ത് പൂർത്തീകരിച്ചാലും, എൻ്റെ കയ്യിൽ എന്ത് ദാനമായി തന്നാലും, അത് രോഗശാന്തി ആയിരിക്കാം, അത് കൃപാവരങ്ങളായിരിക്കാം, അത് അഭിഷേകമായിരിക്കാം, അത് ഇതുവരെ നീ കാണാത്ത പുതിയ തലങ്ങളായിരിക്കാം, ദൈവ സാന്നിധ്യത്തിൻ്റെ അടുത്ത റലങ്ങളായിരിക്കാം, എന്ത് കിട്ടിയാലും ഞാൻ നശിപ്പിക്കത്തില്ല പാസ്റ്റർ, ഞാനത് അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാണ്. ട്രിവാൻഡ്രം പട്ടണത്തിൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞു വാദിക്കുന്ന സകല ബ്ലാക്ക് മാജിക്കുകളെ നോക്കി നീ വിശ്വസിച്ചു പറ: എന്തെല്ലാം ദുരാത്മശക്തികൾ എൻ്റെ കൂടാരത്തെ നശിപ്പിക്കാൻ വന്നാലും നാശത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കത്തില്ല പിശാചേ, ഞാനത് അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാ. ഒരു ശരീരം ദൈവം എനിക്ക് തന്നു, ഞാനത് നശിപ്പിക്കത്തില്ല, ഞാനത് അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാണ്. ഒരു സോഷ്യൽ മീഡിയയ്ക്കും ഒരു സെക്ഷൽ ഇമ്മോറാലിറ്റിക്കും ഒരു പൈശാചികത്തിന്റെ കുതന്ത്രങ്ങൾക്കും എൻ്റെ ശരീരം ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാനതിനെ അലങ്കരിച്ച് സൂക്ഷിക്കാൻ പോകുകയാണ്. കരം അടിച്ച് കരം ഉയർത്തിയൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്താൻ കഴിയുന്നവർ അന്യഭാഷകളിൽ 1 മിനിറ്റ് ശക്തിയോടെ റംദല ഹസ്തകനാദന വൈഡവ റംദഗനേദഗനാദഗനെ റിക്തലഗത്തക രക്ഷകരംദല വൈഡം ധാരം ധൂടം ഭാരം ശാരം ദേരം വൈഡം ദേരം ധീരക്ഷാരം ദേലം ദേ റിക്തലഗത്തിക രന്ദക രക്തക രക്സകനന്ദക റംദല വൈഡം ദേരം ധാരം വൈഡത്തേരി ക്ഷാരം ധാരം ധൂടം ദേരം സീരം ദേരം വൈഡം ദേ രീഗത്തേനം ശാരം ധാരം ധൂടം ഭാരം സേരം ദേരം വൈഡം ദേരം ധീരക്ഷാരം ദേരം ദേരം വൈഡം ദേ റിക്തലഗത്തിക രക്തക രക്തക നന്ദക രക്സക നേദഗനാദക രക്ഷകരംദല വൈഡവ റംദക രൂഢവരം ശബരംദല വൈഷം ദേരം ദേരം വൈഡം ദേരം ധീരക്ഷാരം ദേരം ദേ. അത് ചുമ്മാതെ 2 കൈയടിയല്ല. ഇന്ന് പകൽ അങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിലതിനെ പണിയുന്നുണ്ടെന്ന് ആത്മാവിൽ ഞങ്ങളങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കുക. അപ്പൊ പ്രസംഗങ്ങൾ ഞങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്, പോരാ, ഇനി ഞങ്ങളുടെ ലൈഫിനകത്ത് ചില പണികളെ സ്വർഗം ആരംഭിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇത് നടന്നാൽ നിനക്കൊരു യാഗപീഠം ഞങ്ങൾ പണിതോളാ. അത് നടത്തി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ അതിനെ നശിപ്പിക്കത്തില്ല, അലങ്കരിച്ച് സൂക്ഷിച്ചുകൊള്ളാ. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ആ പണിയെ പൂർത്തീകരിച്ചു. ഞാൻ ആ ഭാഗത്തിലേക്ക് വീണ്ടും വരും. സ്തോത്രം. ദൈവം അതിനെ പൂർത്തീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിഷയം പണിയല്ല, പണി സംബന്ധമായ വിഷയങ്ങളൊന്നുമല്ല, അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ പ്രസംഗ വിഷയം എസ്ര നടത്തിയ മാനുഷിക പ്രതികരണവും ആത്മീയ പ്രതികരണവും, ആ ഭാഗത്തിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. സ്തോത്രം. എന്നാൽ ഈ പണിക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ട് 4 പ്രധാനപ്പെട്ട തടസ്സങ്ങൾ വന്നു. ഇനിയുള്ള ഭാഗങ്ങൾക്കകത്തെല്ലാം ഞാൻ ഈ പണി സംബന്ധമായ വിഷയം, പണി നടന്നു, ആലയത്തിൻ്റെ പണി, ഇങ്ങനെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. സ്തോത്രം. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ,
നിങ്ങളുടെ ഭാവികൾ, തലമുറയ്ക്ക് വേണ്ടി തുറന്നു വരേണ്ട നന്മകൾ. ഞാൻ എപ്പോൾ പണി സംബന്ധമായ വിഷയം, ആലയത്തിൻ്റെ പണി, ഈ എസ്രായുടെ പുസ്തകത്തെ ആസ്പദമാക്കി ഞാൻ അങ്ങനെ ഒരു ടോണേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ ആലയത്തിൻ്റെ പണി എന്നതിനേക്കാളും അപ്പുറം, അല്ലെങ്കിൽ സഭ നിശ്ചയമായിട്ടും ഈ ചർച്ചിനൊരു പണിയുണ്ട്, ഞാൻ ആ ഭാഗത്തിലേക്ക് വരിക, സ്തോത്രം. എന്നാൽ അതിനേക്കാളപ്പുറം നിങ്ങളുടെ വാക്തത്വങ്ങളുമായിട്ട് ആ വിഷയത്തെ തട്ടിയിണക്കി വേണം ഇനിയുള്ള സമയങ്ങളെല്ലാം ചിന്തിക്കാൻ. ആവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പണിക്കെതിരെ 4 തടസ്സങ്ങളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. എത്ര തടസ്സങ്ങളാണ്? അപ്പം ഞാൻ പണിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാ ചിന്തിക്കുന്നത്? വാക്തത്വത്തിനെതിരെ 4 തടസ്സങ്ങൾ, ഭാവിക്കെതിരെ 4 തടസ്സങ്ങൾ. ക്രൈസ്റ്റ് സെൻ്റർ എന്ന് പറയുന്ന ഈ ചർച്ച് ഈ ദേശത്തിൻ്റെ അടുത്ത റലത്തിലേക്ക് പോകാതിരിക്കാൻ എന്തെങ്കിലും പിശാചി തന്ത്രം ചുമത്തുന്നെങ്കിൽ ഈ 4 തന്ത്രങ്ങൾ. അത് ഈ സഭയുള്ള ബന്ധത്തിൽ മാത്രമല്ല, സകല സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവസഭയുള്ള ബന്ധത്തിലും ഈ 4 തന്ത്രങ്ങളാണ് ആ പണിയെ മുടക്കിക്കളയാൻ പിശാച് ചെയ്യുന്ന ഒന്നാമത്തെ തന്ത്രത്തിലേക്ക് നമ്മൾക്ക് വരാം. 4-ന്റെ 1-ാമത്തെ വാക്യം. 4-ന്റെ 1-ാമത്തെ വാക്യം. പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദായുടെയും ബെന്യാമിൻ്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിൻ്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ. പണിക്കെതിരെയുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 1-ാമത്തെ തടസ്സം, അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ. ഇനി സത്യസന്ധമായി എന്നെ മുഖത്ത് നോക്കി പറ സിസ്റ്ററെ, ഇത് തടസ്സമാണോ അനുകൂലതയാണോ? നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് പറയുക, ചർച്ച് പണിയാൻ പോവാണോ? ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങളും കൂടെ കല്ലെടുക്കാം, ഞങ്ങളും കൂടെ ഫണ്ട് ഇടാം. സത്യസന്ധമായിട്ട് പറ, അനുകൂലതയാണോ പ്രതികൂലതയാണോ? അനുകൂലമല്ലേ? സ്തോത്രം. അത് കേൾക്കുമ്പോൾ നമുക്ക് ആരോ ടോണല്ലേ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾ ഫണ്ടിറക്കാം, ഞങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ല, ആത്മക്കണ്ണുകൾ കൊണ്ട് നോക്കുന്നവന് മനസ്സിലാകും ഇത് അനുകൂലതയല്ല, ഇതിൻ്റെ പിറകിൽ ഒരു പ്രതികൂലത്തിൻ്റെ ശക്തിയോ വാഴുന്നത്. കാരണം ഞാൻ ഈ തടസ്സത്തിന് വിളിക്കുന്ന പേര് ഇത് വശീകരണത്തിൻ്റെ തടസ്സമെന്ന. സ്തോത്രം. അവർ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിക്കകത്താണ് വരുന്നത്. ഒന്നും വേണ്ട, ഏദൻ തോട്ടത്തിൻ്റെ സിസ്റ്റം എടുക്കുക. സാത്താൻ വന്നിട്ട് ഹവ്വായോട് ചോദിച്ചു, കർത്താവ് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? ആൻറ്റി പറഞ്ഞു, എല്ലാം ഓടി നടന്ന് തിന്നാം, പക്ഷെ മറ്റത് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു. സാത്താൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി അങ്ങനൊന്നുമില്ല. കർത്താവ് ധൃതിക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞേച്ചും പോയെന്നേ ഉള്ളൂ, ഇച്ചിരിയൊക്കെ തിന്നാം. പിന്നെ തിന്നുമ്പോൾ അച്ചായനും കൂടെ ഇച്ചിരി എന്ത് ചെയ്യണം? പിന്നെ തിന്നാലൊരു ഗുണമുണ്ട്, ദൈവത്തെ പോലെ എന്ന ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണെന്നറിയാമോ പുള്ളിയുടെ? ഇതിനെയാണ് വശീകരണം എന്ന് വിളിക്കുന്നത്. പണിക്ക് തടസ്സമായി പിശാച് ഒരുക്കുന്നത് ആദ്യത്തെ കുതന്ത്രം എന്ന് പറയുന്നത്, അവ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വരും. മധുരം കലർന്ന ചക്കരയുടെ വാക്കിനകത്ത്. ഈ രാത്രി ഒരു 11, 11:15, 11:30 ആകുമ്പോൾ അങ്ങേ തലക്കിൽ നിന്ന് ഇങ്ങേ തലക്കിലേക്ക് ഭാവി വളരേണ്ട കൊച്ചിന് ഒരു കൊച്ചു മെസ്സേജ് വരും. ആ മെസ്സേജിനകത്ത് ഒരു വാക്കേ കാണത്തുള്ളൂ, പക്ഷേ ഒരക്ഷരത്തിന് ഭയങ്കര സ്പെല്ലിങ് കൂടുതലായിരിക്കും. വാക്കൊന്നും ഞാൻ പറയുന്നില്ല, സാന്നിധ്യമുള്ള സ്ഥലമാണല്ലോ. സ്തോത്രം. ഞാൻ അക്ഷരങ്ങൾ മാത്രം പറയാം. UMMMA. എമ്മിനൊക്കെ എണ്ണ ദൈർഘ്യം അറിയാമോ? എമ്മിൻ്റെ ദൈർഘ്യം കാണുമ്പോൾ അച്ചാച്ചൻ എന്നോട് എന്നാ ഇഷ്ടമാണ് എന്ന് തോന്നുന്നെങ്കിൽ അബദ്ധമാണ്. അത് നിന്റെ ഭാവിയുടെ വാക്തത്വത്തിൻ്റെ പണിയെ മുടക്കിക്കളയാൻ പിശാച് വരുന്ന സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ആ ടോണ് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ നിശ്ചയമായും തകർന്നു പോകും. ആകയാൽ പണിക്കെതിരെയുള്ള 1-ാമത്തെ തടസ്സം എന്ന് പറയുന്നത് വശീകരണമാണ്. ആവർത്തിച്ചു പറഞ്ഞേ, പണിക്കെതിരെയുള്ള 1-ാമത്തെ തടസ്സം വശീകരണമാണ്. വശീകരണം. പഴയ നിയമത്തിനകത്ത് വശീകരണത്തിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടുപോയൊരു മനുഷ്യനാണ്. വിശദീകരിക്കാതറിയാം. മനുഷ്യൻ്റെ പേര് ഷിംഷോൻ എന്നാണ്. ഷിംഷോൻ്റെ മേൽ അലറി വീണു ഒരു ബാലസിംഹം. ആ സിംഹത്തെ ഷിംഷോൻ ജയിച്ചായിരുന്നോ? ആര് പറഞ്ഞു? ഞാൻ പറയുന്നു ജയിച്ചില്ല. പാസ്റ്റർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് ബൈബിൾ വായിച്ചേച്ച് എന്ത് ചെയ്യണം? വരണം. അങ്ങനാണോ? അല്ല, ജയിച്ചെന്ന് തോന്നി. പക്ഷേ അടുത്ത പ്രാവശ്യം വീണ്ടും, ആദ്യത്തെ പ്രാവശ്യം എൻഗേജ്മെൻറ്റിനാണ് പോയത്, പക്ഷേ 2-ാമത്തെ പ്രാവശ്യം കല്യാണത്തിന് വേണ്ടി പോയപ്പോൾ ഷിംഷോനൊരു ആഗ്രഹം, ആ സിംഹം അവിടെ തന്നെ ഉണ്ടോ എന്നൊന്നറിയണം. സിംഹം എന്തിയെ? സിംഹം ചത്തുപോയി. പക്ഷേ ചത്തുപോയ സിംഹത്തിൻ്റെ വയറ്റിനകത്ത് ഒരു തേൻകൂട്. അലറി വീടുന്ന സിംഹത്തെ ജയിക്കാൻ പെന്തക്കോസിൻ്റെ 4-ാം തലമുറ പഠിച്ചിരിക്കെ വശീകരണത്തിൻ്റെ തേൻകൂടുകളുമായി മറഞ്ഞിരിക്കുന്ന സിംഹത്തെ ജയിക്കാൻ നമ്മളിൽ പലരും പഠിച്ചിട്ടില്ല. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച വാക്കുകൾ പറയുകയാണ്, ജയിക്കണം. വശീകരണത്തിൻ്റെ മേഖലകളെ ജയിച്ചില്ലെങ്കിൽ ഈ പണിയിൽ ഏതെല്ലാം പ്രവാചകൻ കൈവച്ചാലും നിനക്ക് ഈ പണിയെ പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ഉറച്ചൊരു തീരുമാനമെടുക്ക്. എന്തെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഏതെല്ലാം വശീകരണത്തിൻ്റെ രൂപത്തിൽ, എന്തെല്ലാം സോഷ്യൽ മീഡിയ ലിങ്ക് വഴി എൻ്റെ മേൽ വന്നാലും ഞാൻ അതിനെ ജയിക്കാൻ ഒരു അഭിഷേകം പ്രാപിച്ചല്ലാതെ ഈ പകലത്തെ മീറ്റിങ്ങിനകത്തുനിന്ന് എഴുന്നേൽക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ പണിക്കെതിരെയുള്ള 1-ാമത്തെ തടസ്സമാണ് വശീകരണത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അവർ വരുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൂടെ പണിയാമെന്ന് പറയുക. പക്ഷേ ആ പണിയുടെ തടസ്സത്തെ അവർ ജയിച്ചു, അല്ലെങ്കിൽ ആ പ്രതികൂലത്തെ അവർ ജയിച്ചു. അപ്പോൾ പിശാച് 2-ാമത്തെ തടസ്സം കൊണ്ടിട്ടു. 2-ാമത്തെ തടസ്സം 4-ന്റെ 4-ാമത്തെ വാക്യം. ആകയാൽ ദേശനിവാസികൾ യഹൂദാ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി. 2-ാമത്തെ തടസ്സം ധൈര്യക്ഷയം. ഈ ലോകം ധൈര്യത്തിൻ്റെ ലോകമല്ല, ഇത് ധൈര്യക്ഷയത്തിൻ്റെ ലോകമാണ്. എന്നാൽ യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കണോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ
ജയിച്ചിരിക്കുന്നു. പണിക്കെതിരെയുള്ള രണ്ടാമത്തെ തടസ്സമാണ് ധൈര്യക്ഷയത്തിൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി കൊണ്ടിടുക. നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല, അയ്യോ നീ പണിതാൽ അത്ര പണിയും, നീയാണോ വർഷിപ്പ് ലീഡർ, നിന്റെ കീബോർഡ് വായന ഓക്കെ അല്ല, ഇതെല്ലാം ധൈര്യക്ഷയത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. നിന്റെ കണ്ണെന്ന ഇങ്ങനെ ഇരിക്കുന്നത്, അയ്യോ നീ എന്നെ കറുത്തിട്ട് പോയേ, അയ്യോ നിനക്കെന്നാ മുടിയില്ലാത്ത, നിന്റെ ചുണ്ടെന്നാ മുച്ചുണ്ടായിട്ടിരിക്കുന്നത്, ഇതെല്ലാം നിന്റെ മേൽ ധൈര്യക്ഷയത്തിൻ്റെ ആത്മാവിനെ കൊണ്ടിടുന്ന ആ സ്പിരിറ്റിനെ എടുക്ക നീ നിൽക്ക പോലും അരുത്. അത് നിന്റെ പണിയെ തടസ്സപ്പെടുത്താൻ പിശാച് കൊണ്ടിടുന്ന മേഖലയാണ്. സ്തോത്രം. നിനക്കത് ചാടിക്കടക്കാൻ കഴിയില്ല, നിനക്കത് പിടിച്ചടക്കാൻ കഴിയില്ല. നീ ശ്രമിച്ചാൽ എന്തോരം പോകാനാ, പറ്റത്തില്ല. ആരോ പറഞ്ഞു കൊച്ചിന് യൂറോപ്പിലേക്ക് വിസ കിട്ടി. തിരിച്ചൊരു അമ്മാമ മറുപടി പറയുകയാണ്, ആരാ, നിന്റെ കൊച്ചോ, ഇളയതോ, ഇന്നാൾ വരെ കുട്ടി നിക്കറിട്ടുകൊണ്ട് പോയ ആ പയ്യൻ, അവൻ യൂറോപ്പിലോ? എൻ്റെ പൊന്നാൻറ്റി, ഒരു നല്ല മഴ പെയ്ത മൂക്കിപ്പനി വരുന്ന അവൻ ഈ തണുപ്പ് പെയ്യുന്ന സ്ഥലത്ത് പോയി രക്ഷപ്പെടുന്ന ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ആൻറ്റി അവനെ വിടണ്ട. ഇതെല്ലാം ധൈര്യക്ഷയത്തിൻ്റെ ആത്മാക്കളാണ്. ഇതിൻ്റെ അടുക്കൽ നിൽക്ക പോലും അരുത്. അത് നമ്മുടെ വാക്തത്വത്തിൻ്റെ പണിയെ തടസ്സപ്പെടുത്തുന്ന സ്പിരിറ്റാണ്. അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ശാസിക്കാൻ അകത്ത് അഭിഷേകമുള്ള ദൈവത്തിൻ്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെല്ലുന്നു. അപ്പോൾ ഒന്നാമത്തെ തടസ്സം വശീകരണത്തിൻ്റെ ആത്മാവോടെ വരുന്നു. രണ്ടാമത്തെ തടസ്സം ധൈര്യക്ഷയത്തിൻ്റെ ആത്മാവോടെ വരുന്നു. എനിക്കറിയാം എൻ്റെ മെസ്സേജിന് പൊതുവെയുള്ള പരാതി ഭയങ്കര സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ഇരിപ്പും ആവേശമൊക്കെ കാണുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വേഗത്തിൽ പോകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഓർഡറി ബസ്സിൽ കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിറങ്ങണം, സൂപ്പർ ഫാസ്റ്റ് പിടിക്കണം, എൻ്റെ കൂടെ വരണം. എനിക്ക് ആ മാനുഷിക പ്രതികരണവും ആത്മീയ പ്രതികരണം എന്ന് പറയുന്ന ഭാഗം ഒന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കാനുള്ള ബന്ധപ്പെടലാണ് ഈ നടത്തും. ശ്രദ്ധിച്ചോ. അപ്പോൾ രണ്ടാമത്തെ തടസ്സം ധൈര്യക്ഷയം വരുത്തി. എന്നാൽ ഈ പണിക്കെതിരെ നിന്ന മൂന്നാമത്തെ തടസ്സത്തിലേക്ക് വരുന്നു. വാക്തത്വത്തിനെതിരെ നിന്ന മൂന്നാമത്തെ തടസ്സം 4:5 വാക്യം. 4:5 വാക്യം. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന്. എനിക്കറിയാം വായിക്കാൻ ഒരു സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എക്സ്ട്രീംലി സോറി, ഞാനിത് വായിച്ചു വരുമ്പോൾ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു വിടാൻ കഴിയുമല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. 4:5 വാക്യം. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന്, അവരുടെ പണി നിഷ്ഫലമാകേണ്ടതിന്. ചേർന്ന് വായിച്ചേ. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന്. ഇനിയും പറഞ്ഞേ, അവരുടെ പണി നിഷ്ഫലമാകേണ്ടതിന്. ഇനിയും പറഞ്ഞേ, അവരുടെ വാക്തത്വം നിഷ്ഫലമാകേണ്ടതിന്. അവരുടെ മേൽ ദൈവം തുറക്കാമെന്ന് പറഞ്ഞ പ്രോമിസുകൾ നിഷ്ഫലമാകേണ്ട, ഇപ്പോൾ അവരുടെ പ്രോജക്റ്റുകൾ നിഷ്ഫലമാകേണ്ടതിന്, അവർ തുടങ്ങി വെച്ച ബിസിനസ് നിഷ്ഫലമാകേണ്ടതിന്, അവർ ആത്മീയ ജീവിതം നിഷ്ഫലമാകേണ്ടതിന്. അടുത്ത വാക്ക്, അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാരിവേഷ് വാഴ്ചവരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. ആ പദമൊന്ന് കേട്ടോ. കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. കാര്യസ്ഥന്മാരെന്ന് പറഞ്ഞാൽ മോളെ, ഒരു പണിയുടെ നേതൃസ്ഥാനത്തിൽ നിൽക്കുന്നയാളെയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ഒരു പണിയുടെ ലീഡറായി നിൽക്കുന്ന ആളെ. പണിയുടെ മൂന്നാമത്തെ തടസ്സം ഗൗരവപൂർവ്വം കേൾക്കണം. പണിക്ക് മുൻനിരയായി നിൽക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ട്. അവരെ പിടിക്കുന്നതാണ് പിശാചിന്റെ മൂന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാനത് പറയുമ്പോൾ തന്നെ ഈ ചർച്ചിനകത്തും ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. ഈ സഭയെ പൊളിച്ചു കളയാൻ പിശാച് ആദ്യം ചെയ്യുന്ന കാര്യം ഇവിടെ ലീഡേഴ്സായി നിൽക്കുന്നവരെ ഉടച്ചു കളയാൻ ശ്രമിക്കും. ഇതൊരു ബിബ്ലിക്കൽ ടോണാണ്. ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറിപ്പോകുമെന്നുള്ളത് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ലീഡേഴ്സിനെ പിടിച്ച് പണികളെ തടസ്സപ്പെടുത്തുന്ന, ഞാനത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറ, കേരളക്കരയിൽ പ്രയോജനപ്പെടുന്ന അഭിഷക്ത വൃന്ദത്തെ തൊട്ടിട്ട് സഭയുടെ പണിയെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ഈ ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആത്മാവിൽ ജയിക്കാൻ ഒരു വിശേഷമായ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. ഏതോ ഒരു ദൈവദാസൻ വീണു എന്ന് കേൾക്കുമ്പോൾ ട്രോൾ ഉണ്ടാക്കി കളിക്കാൻ മാനുഷികമായി ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിനെതിരെ വ്യാപരിക്കുന്ന ഹെരോദ മണ്ഡലത്തിന്റെ വാളുകൾക്കെതിരെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ദൈവസഭ തയ്യാറാകുന്നെങ്കിൽ നാളെ ആ വാൾ നിന്റെ തലമുറമേൽ ഉയരുന്നതിനേക്കാൾ മുമ്പ് ആ ഹെരോദ മണ്ഡലത്തെ തള്ളി താടയിടാൻ സ്വർഗത്തിലെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി അടകമനം ശുമാനകത്തനം ശുമാനകസ്ഥലം ധേരകസി ഹത്തന ധിയാതന രക്തത്താൽ വചനത്താൽ ഇന്നു പകൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാണ്. കണ്ടോ, ഞാൻ ആ വാക്ക് വളരെ ഗൗരവപൂർവ്വം പറയുകയാണ്. ഒരു പണിയെ തടസ്സപ്പെടുത്താൻ പിശാച് ചെയ്യുന്ന മൂന്നാമത്തെ തടസ്സം, ഒരു വാക്തത്വത്തെ നിഷ്ഫലമാക്കാൻ പിശാച് ചെയ്യുന്ന മൂന്നാമത്തെ തന്ത്രം, അതിന് മുൻനിരയായി നിൽക്കുന്ന ലീഡേഴ്സിനെ പിടിക്കുക, അതിന് മുൻനിരയായി നിൽക്കുന്ന കാര്യസ്ഥന്മാരെ പിടിക്കുക, അതിന് ചുക്കാൻ പിടിക്കുന്ന ചില അഭിഷക്തന്മാരുടെ മനസ്സിനെ ഉടച്ചു കളയാൻ ശ്രമിക്കുന്ന ആ സ്വാധീനത്തെ ഇന്ന് പകൽ ജയിക്കാൻ ഒരു വിശേഷം കൃപ സ്വർഗം ഞങ്ങളുടെ ശിരസിനകത്ത് പകരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ രക്തം ചെയ്യം 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 യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം ചെയ്യം യേശുവിന്റെ രക്തം രക്തം ചെയ്യം. ഒരുപക്ഷെ ഇന്ന് പകൽ ഈ കൈ അടിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം അടുത്തൊരു തലമുറയുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളെ ഉടച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ പുറകിൽ
വരുന്ന അടുത്ത ജനറേഷനെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന സ്വാധീനത്തെയാണ് ഈ അഞ്ചാമത്തെ പകൽ ആത്മാവിൽ ജയിക്കാൻ ഒരു വിശേഷമായ കൃപ സ്വർഗം നമ്മുടെ ശിരസിനകത്ത് പകരുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ആവർത്തിച്ച് കേരളക്കരയിൽ അഭിഷക്തന്മാരെ ഉടച്ചു കളയുന്ന, മുൻനിരയാൽ നിൽക്കുന്ന കാര്യസ്ഥന്മാരെ തകർത്ത് കളയുന്ന ദുരാത്മാവേ, Lord, we will rebuke it, which is all affect the devil spirit master. യേശുവിന്റെ നാമത്തിൽ ആ സ്വാധീനത്തെ ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ ആത്മാവിൽ ജയിക്കുകയാണ്. രക്തത്തിന്റെ ശക്തി വാഴുമവിലോ. എല്ലാത്തിനും ഒരു ലീഡറുണ്ട്, എല്ലാത്തിനും ഒരു കാര്യസ്ഥനുണ്ട്. ഈ ചർച്ചിനൊരു ലീഡർഷിപ്പുണ്ട്, ഈ ചർച്ചിന് നിശ്ചയമായും ഒരു ലീഡർഷിപ്പുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ വീടിനകത്തൊരു ലീഡറുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഒരു വീട്ടിൽ 4 പേർ, പപ്പ മമ്മി 2 മക്കൾ, പപ്പ മമ്മി 2 മക്കൾ. അതിനകത്ത് ഒരാളെ തമ്പുരാൻ ലീഡറാക്കിയിരിക്കും. അത് ദൈവത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് അച്ഛാ. സ്തോത്രം. എന്നാലേ ആ വീട് നിലനിൽക്കുകയുള്ളൂ. പപ്പ തിരക്ക, അദ്ദേഹം പോകാതെ ജോലി നടത്താതെ വീട് മുമ്പിലേക്ക് പോകത്തില്ല. ഉപജീവന മാർഗമാണ്. 2 മക്കളുണ്ട്, പഠിക്കാൻ പോയാലേ പറ്റൂ, ഭാവിയുടെ വിഷയമാണ്. പിന്നെ ആ കൂടെ ആ വീട്ടിനകത്ത് ഒരു മമ്മിയായിരിക്കും ഉള്ളത്. ആ മമ്മിയെ തമ്പുരാങ്ങ് പ്രാർത്ഥനയുടെ ലീഡറാക്കി മാറ്റും. ഇനി ആ മമ്മിയുടെ പ്രാർത്ഥന ആ വീടിനെ സത്യത്തിൽ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. അങ്ങനാണെങ്കിൽ പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി ആ ലീഡറായി നിൽക്കുന്ന മാതാവിനെ ഉടച്ചു കളയും. അവരുടെ ശരീരത്തിൽ രോഗങ്ങളിടും, അവരെ കിടക്കയ്ക്കകത്ത് ഒതുക്കും. അവരുടെ പ്രാർത്ഥന തകർന്നാൽ ആ വീട് തകരുമെന്ന് പിശാചിനറിയാം. ഈ വാക്യത്തെ കൈവച്ചുകൊണ്ട് വിശ്വസിക്കുന്നവര് പറയണം, കാര്യസ്ഥന്മാരെ പിടിക്കാൻ ശ്രമിക്കുന്ന ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ജയിക്കാൻ ഒരു കൃപയുടെ ആത്മാവിനെ യാക്കോബിനെ പിടിച്ചപ്പോൾ സഭയ്ക്കൊന്നും തോന്നിയില്ല, ഒരു സാധാരണ സംഭവമായി തോന്നി. പക്ഷെ പത്രോസിനെ പിടിച്ചപ്പോൾ സഭയ്ക്ക് മനസ്സിലായി, ഇത് ആവർത്തിച്ച് കാര്യസ്ഥന്മാരെ പിടിക്കുന്ന ഒരു ദുരാത്മ ശക്തിയാ. ഇതിനെതിരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഹെരോദ മണ്ഡലത്തിന്റെ വാളുകൾ നാളെ അടുത്ത അഭിഷക്തന് നേരെ ഉയരുമെന്ന് മനസ്സിലാക്കിയ സഭ അതിനെതിരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തെ ദൈവത്തിന്റെ വാതിൽ തുറന്ന് ഒരു ഏഞ്ചൽ സ്വർഗത്തെ നിറങ്ങുമെന്ന് ആ വിഷയത്തെ ഉടച്ചു കളഞ്ഞെങ്കിൽ വിശ്വസിക്കുന്നവര് പറയണം, യേശുവിൻ നാമത്തില് ിബനം ദാരം ദാരം ധേരം വൈഡം ദാരം ശാരം ധേരം വൈഡം ധേരം ധൂടം ഭാരം സേരം ധേരം വൈഡം ധേരം ധീരക്ഷാനം ധേരം ഇക്തലകത്തക റംദലകത്തം ധൂടവരംദല വൈഡവരെ ഇക്തലകത്തക റംദല വൈഷം ധേരകദാനം ധൂടവരെ ഇക്തലകത്തിക റംദകരെ ഷാദലകത്തി ശംദലകെ വൈഡത്തേരം ധൂടം ഭാരം സേരം ധേരം വൈഡം ധേരം. അപ്പാ, ഈ ശബ്ദം ഈ ലൈവ് ടെലികാസ്റ്റിലൂടെ ഏതൊക്കെ രാജ്യത്തിനകത്ത് പോകുന്നു അവിടെല്ലാം ദൈവ ലീഡേഴ്സ് ആക്കി നിൽക്കിയിരിക്കുന്ന അഭിഷക്തന്മാരെ ഈ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കവർ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി കേരളത്തിലെ ഓരഭിഷക്തനെ മുടച്ചു കളയാൻ കഴിയാത്ത രീതിയിൽ, വളർന്നു വരുന്ന ഒരു ലീഡറെ മുടച്ചു കളയാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങി വരും. അവന് Lord the Holy Spirit, 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 Lord the Holy Spirit. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നമ്മുടെ വീട്ടിനകത്തും ഒരു ലീഡറുണ്ട്, നമ്മുടെ വീടിനകത്തും ഒരു ലീഡറുണ്ട്. വിവാഹത്തിന് മുമ്പും ഇപ്പോഴും ഒക്കെ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. സത്യത്തിൽ പ്രസംഗത്തിൻ്റെ ജയം എന്താണെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷയുടെ ജയം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രാർത്ഥനയല്ല. സ്തോത്രം. അത്ര വലിയ ഒരു പ്രാർത്ഥനക്കാരനൊന്നുമല്ല ഞാൻ. ആരോ ചോദിക്കുന്നു, പ്രസംഗമാണോ പാസ്റ്റർ? നോ. എന്നേക്കാൾ പ്രസംഗിക്കുന്നവർ കേരളക്കരയിലുണ്ടല്ലോ. പ്രവചന ശബ്ദമാണോ? ഒരിക്കലുമല്ല. സാക്ഷ്യമാണോ? നോ നെവർ. എന്നേക്കാൾ ശക്തമായ അനുഭവ സമ്പത്തുള്ള അഭിഷക്തന്മാർ ഇന്നും കേരളക്കരയിലുണ്ട്. വാക്ചാതുര്യത്തിലും വചന വെളിപ്പാടിലും പ്രസംഗിക്കാൻ കഴിയുന്നവർ ഇന്നും കേരളക്കരയിലുണ്ട്. പിന്നെന്താ, ഇച്ചിരിയിലും ദൈവം ഉപയോഗിക്കുന്നതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. സ്തോത്രം. എനിക്ക് വേണ്ടി എൻ്റെ വീടിനകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന. അപ്പം അഭിമന്യുവായി എന്നെ ഉടച്ചു കളയണമെങ്കിൽ പിശാച് ആദ്യം ലക്ഷ്യമിടുന്നത് ആ മമ്മിയാ. സ്തോത്രം. ആ പിതാവിനെയാ, എൻ്റെ വൈഫിനെയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയെയാണ്. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ പറ, നമ്മുടെ മാതാപിതാക്കന്മാരെ ശാരീരിക അസ്വസ്ഥതകൾക്കകത്ത് കുരുക്കി അവരെ വശീകരിച്ച് തള്ളി താഴെയിടാൻ ശ്രമിക്കുന്ന, അവരുടെ പ്രാർത്ഥനകളെ പാതി വഴിയിൽ വെച്ച് മുടക്കിക്കളയാൻ ശ്രമിക്കുന്ന, ആ ലീഡറായി നിൽക്കുന്നവരെ ഉടച്ചു കളയാൻ ശ്രമിക്കുന്ന
റംദലം വനാദകക്ഷം ബാലകത്തുരം വനാദകസ്തനം ധേരകസി ഹത്തനാധിയാദനേ. ഈ ചർച്ചിനകത്തുമുണ്ട്, എല്ലാ സഭയ്ക്കകത്തുമുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, ഒത്തിരി തലമുറകളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറയുന്നത് ഏജ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമില്ല. സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്, 4ാം ക്ലാസ് ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിക്കണം. +2 പഠിക്കുന്ന ബാംഗ്ലൂർ, ചെന്നൈ, പൂനെ, ഈറോഡ്, ഭൂമിയുടെ ഏത് പരപ്പിനകത്ത് പലമായി താമസിക്കുന്ന നിങ്ങളുടെ തലമുറകൾ, ഇല്ലെങ്കിൽ വിദേശത്തും വിദൂരത്തിലും ജോലിയുടെ ബന്ധത്തിൽ പോയിരിക്കുന്ന നിങ്ങളുടെ കൊച്ചുങ്ങളോട് ചോദിക്കണം. എത്ര 21 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ട്? സാധ്യത കുറവാണ്. എത്ര 40 ഇരുന്നിട്ടുണ്ട്? സാഹചര്യം സമ്മതിക്കത്തില്ല, ജോലിയുടെ പ്രഷർ നിമിത്തം അവർക്കത് പറ്റത്തില്ല. അപ്പോഴും എൻ്റെ ചോദ്യം, എന്നിട്ടും ആ രാജ്യത്തിൽ അവരെ ദൈവം സൂക്ഷിക്കുന്നതിൻ്റെ റീസൺ എന്നാ? സ്തോത്രം. അവർ 40 ഇരുന്നതല്ലെങ്കിൽ, അവർ 21 ഇരുന്നതല്ലെങ്കിൽ, അവർ ഉപവസിച്ചതല്ലെങ്കിൽ, അവർ ആ ദേശത്തിനകത്ത് വേർതിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലെങ്കിൽ, അവരെ ദൈവം സൂക്ഷിക്കുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ. അവർക്ക് വേണ്ടി ആരോ ഇടിവിൽ നിന്ന് കരയുന്നുണ്ട്, അവർക്ക് വേണ്ടി ആരോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ദൈവം ആരെയോ ലീഡറാക്കി നിയമിച്ചിട്ടുണ്ട്. അപ്പൊ പിശാച് ഫോക്കസ് ചെയ്തെന്ന് മൊത്തം ആ ലീഡറിന്റെ വായ അടച്ചു കളയാനാണ്. കുട്ടി പിശാചുക്കളെ നോക്കി അകത്ത് അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കൾ പറയണം, കേരളത്തിൽ ഇനിയും ലീഡേഴ്സ് എഴുന്നേൽക്കും, കേരളത്തിൽ ഇനിയും കാര്യസ്ഥന്മാർ എഴുന്നേൽക്കും, പടിയുടെ നേതൃസ്ഥാനത്തിൽ നിൽക്കാൻ ഇനിയും അഭിഷക്ത വൃന്ദത്തെ ദൈവം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. മൂന്നാമത്തെ തടസ്സമാണ് കാര്യസ്ഥന്മാരെ ഉടച്ചു കളയുന്ന പിശാചിന്റെ മൂന്നാമത്തെ തന്ത്രം. എന്നാൽ പണിക്കെതിരെയുള്ള നാലാമത്തെ തടസ്സം അത് ഇതിനകത്തിരിക്കുന്ന പലരോടുമുള്ള ദൂതാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. പണിക്കെതിരെ, വാഗ്ദത്തത്തിനെതിരെ പിശാചൊരുക്കുന്ന നാലാമത്തെ തടസ്സം 4-6 വാക്യം. അവിടെ കിടക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരൂശലേമിലെയും നിവാസികൾക്ക് വിരോധമായി ന്യായമല്ലാത്ത പത്രങ്ങൾ, ഞാനതിനെ റിപ്പോർട്ടുകൾ എന്ന് വിളിക്കും, രേഖകൾ, ന്യായമല്ലാത്ത രേഖകളെ, പേപ്പർ വർക്കുകളെ എഴുതി തയ്യാറാക്കി വാഗ്ദത്തങ്ങളെ മുടക്കിക്കളയുന്ന പിശാചിൻ്റെ നാലാമത്തെ തന്ത്രം. ഞാനത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ചങ്ങ് വിശ്വസിക്കാം. ഇന്ന് രാവിലെ സകല കൈയെഴുത്തുകളെയും എൻ്റെ ദൈവം മായ്ക്കും, സകല മേലെഴുത്തുകളെയും എൻ്റെ ദൈവം മായ്ക്കും, സകല പ്രതികൂലത്തിൻ്റെ പത്രങ്ങളെ ദൈവം ചുരുട്ടി ദൂരക്കളയും. പ്രാർത്ഥിക്കുന്നവരെതിരെ ന്യായമല്ലാത്ത കാര്യങ്ങൾ, രേഖകളെ, നിയമങ്ങളെ എഴുതി പിടിപ്പിച്ച ശക്തിയെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ശാസിക്കും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഉറച്ചു വിശ്വസിക്കുക. കഴിഞ്ഞ 8 മാസമായി നടക്കാത്ത ചില പേപ്പർ വർക്കുകളെ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ന്യായമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് പറഞ്ഞാൽ ന്യായം നിന്റെ ഭാഗത്താ. പക്ഷെ ആ പേപ്പർ വർക്കുകളെ നിനക്കെതിരെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഈ 5ാമത്തെ പകൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് ആത്മാവിൽ അതിനെ ജയിച്ചു പ്രാർത്ഥിക്കുകയാണ്. രക്തത്തിൻ്റെ ശക്തി അതിനകത്ത് വ്യാപരിക്കുന്നതിനായി സ്തോത്രം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് നിനക്ക് അനുകൂലത്തിന്റെ ചില മെയിലുകൾ വരും, നിനക്ക് അനുകൂലത്തിന്റെ ചില റിപ്പോർട്ടുകൾ കാണും. നിന്റെ കബോർഡിനകത്ത് ഇന്ന് രാവിലെ നീ നോക്കി ആ മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് പ്രതികൂലമാണെന്ന് കണ്ടേച്ചുമാ നീ വന്നത്. പക്ഷേ ദൈവാത്മാവിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറയണം, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ആ നെഗറ്റീവിന്റെ റിപ്പോർട്ടുകളെ എൻ്റെ തമ്പുരാൻ ചുരുട്ടി ദൂരെ കളഞ്ഞ് അതെനിക്ക് ന്യായമാക്കി മാറ്റാൻ ആരോ പറയുന്നു, ഒരൊറ്റ സൈനും കൂടെ മതി പാസ്റ്റർ, ഒരൊറ്റ ഒപ്പും കൂടെ കിട്ടിയാൽ മതി. പക്ഷെ അധികാരി ഇടുന്നില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറയണം, എനിക്ക് വേണ്ടി ന്യായമായ ചില സിഗ്നേച്ചറുകളെ ഇടാൻ എൻ്റെ ദൈവം ചിലതിൻ്റെ മനസ്സിനോട് ഇന്ന് പകൽ ഇടപെടുന്നെന്ന് വിശ്വസിക്കുന്നവരാണോ ആത്മാവിൽ ഈ സ്തോത്രം ചൊല്ലുന്നത്? യേശുവിന്റെ നാമത്തിൽ ആ ദൂത് വിട്ടേച്ചുപോയ കൂടാരത്തിനകത്ത് അങ്ങനെ തന്നെ വാഴും അവന്. ഓ ശാബല ഹത്തക രംഗക രക്തക നിംദക ദാതക രക്തക നേദക നാദക ലക്ഷക രംബല വൈഡം ധേരം ധേരം ധൂടം ബാനം സേരം ധേരം വൈഡം ധേര ക്ഷാരം ധേര. യേശുവിന്റെ നാമത്തിൽ ആ റിപ്പോർട്ടുകളെല്ലാം തിരിയട്ടെ, ആ പേപ്പറുകളെല്ലാം നിനക്ക് വേണ്ടി മൂവ് ആകട്ടെ. ഇനി നീ ഓഫീസിൽ കയറി ഇറങ്ങി മടുക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തതുമില്ല. വിശ്വസിക്കുന്നവർ ആത്മാവി പറഞ്ഞ് ആ പേപ്പറുകളെ എനിക്ക് വേണ്ടി സ്വർഗം അനുകൂലമാക്കും അവര്. രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് ചേർവെടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളക്കരയിൽ ഒരു കാലഘട്ടത്തിനകത്ത് സഭ പണിയുന്നതിന് 100,000 കുരുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. സ്തോത്രം. എന്നേക്കാൾ നന്നായി ഡാർവും ഞാറും ഉള്ളവരാണല്ലോ ഇതിനകത്തിരിക്കുന്നത്. കേരളക്കരയിൽ ഒരു കാലഘട്ടത്തിനകത്ത് സഭ പണിയുന്നതിന്, ചർച്ച് പണിയുന്നതിന്, പ്രാർത്ഥിക്കുന്ന 10 കൂടിയിരുന്ന ആലയത്തിനകത്ത് ഇരുന്ന് ആരാധിക്കാൻ ഒരു സഭ പണിയുന്നതിന് 100,000 നിയമക്കുരുക്കുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. 35 സെൻറ്റ് സ്ഥലം, കാർ പാർക്കിങ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതിൻ്റെ ചുറ്റുപാടുകൾ, നാട്ടുകാരുടെ 15 പേരുടെ ഒപ്പ്, എന്നെല്ലാം പ്രശ്നങ്ങളായിരുന്നു. സ്തോത്രം. ഇതിന്റെ മറുഭാഗം
തുറന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നിയമങ്ങളെ എൻ്റെ ദൈവം മാറ്റും. സ്തോത്രം. പ്രതികൂലമാക്കി തയ്യാറാക്കിയ സകല റിപ്പോർട്ടുകളെയും എൻ്റെ ദൈവം ഇന്ന് പകൽ തിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യടിയുടെ ശബ്ദമാണോ ഈ കേൾക്കുന്നത്? വിശ്വസിച്ച് പറ. പേപ്പറുകളെ എനിക്ക് വേണ്ടി മൂവാക്കാൻ അനുകൂലത്തിന്റെ ചില മെയിലുകൾ, നല്ല ഫോൺ വിളികൾ എൻ്റെ കാതിനകത്ത് വരുമെന്ന് വിശ്വസിക്കുന്നവർ അന്യഭാഷ പറഞ്ഞ അടുത്തൊരു 30 സെക്കൻഡിൽ കരമടിച്ച് ശക്തിയോടെ രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിടുകയാണ്. അപ്പൊ പണിയുടെ തുടക്കം ദൈവമിട്ടു. പണിയുടെ തുടക്കം ദൈവമിട്ടു. ദൈവം ചിലതിൻ്റെ മനസ്സ് തുണർത്തിയ ദൈവത്തിന് അവർ യാഗപീഠം പണിതു ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച ദൈവത്തിനെ അവർ കിട്ടിയ വാഗ്ദത്തത്തെ അലങ്കരിച്ച് സൂക്ഷിച്ചു. എന്നാൽ പണിക്കെതിരെ 4 തടസ്സങ്ങളുണ്ടായി. ഒന്നാമത്തെ തടസ്സം അങ്ങനെ ചോദിക്കുമെന്ന് ചിന്തിച്ചില്ല വാസ്ത്രേ. 2 ധൈര്യക്ഷയം, 3 നിഷ്ഫലമാക്കി, 4 കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വിഷത്താക്കി, 4ാമത്തെ തടസ്സം അന്യായപത്രം എഴുതി അയച്ചു. സ്തോത്രം. നല്ല ഗ്രൂപ്പാണ് കേട്ടോ. സ്തോത്രം. നല്ല ഗ്രൂപ്പാണ്. ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം എഴുതാൻ പോയാൽ എല്ലാവരും പാസ്സാവും. സ്തോത്രം. അല്ലെ തന്നെ ദേവദാസൻ എന്നെ മീറ്റിങ്ങിൽ വരും. അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ, ഇവിടുത്തെ ലൈവൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ. സ്തോത്രം. നല്ല ഗ്രൂപ്പാണ്. കാനാവിലെ കല്യാണം വെട്ടി പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ മതി, കൈയടിച്ച് വീഞ്ഞാക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. നല്ല ഗ്രൂപ്പാണ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ, 4 കൊടികുത്തി വാഴുന്ന തടസ്സങ്ങളെയാണ് പിശാച് ഈ പണിക്കെതിരെ ഉപയോഗിച്ചത്. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? അടുത്ത വാക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. 4 കുതന്ത്രങ്ങൾ, 4 തന്ത്രങ്ങൾ പിശാചി വാക്തത്വത്തിൻ്റെ പണിക്കെതിരെ ഒരുക്കിയിട്ടും 6:15 തമ്പുരാനൊരു പ്രവൃത്തി ചെയ്തു. 6:15 വാക്യം ഒരുമിച്ച് എല്ലാവരും ശബ്ദം ഉയർത്തി വായിക്കണം. ഒരാളല്ല, ഒരുമിച്ച്. 6:15 ഒരുമിച്ച് വായിച്ചേ. ദാരിവേഷ് രാജാവിൻ്റെ വാഴ്ചയുടെ 6ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം ദൈവം പണി തീർത്തു. എന്തെല്ലാം തടസ്സങ്ങൾ കൊടികുത്തി വാണിട്ടും ആ തടസ്സങ്ങളെല്ലാം നോക്കുകുത്തിയാക്കി നിൽക്കെ എൻ്റെ ദൈവം വാഗ്ദത്തത്തെ പൂർത്തീകരിച്ചെങ്കിൽ ഇതിനകത്തിരുന്ന് സ്തോത്രം പറയുന്ന സകല ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം, ഇനി ഇതിനെതിരെ ഒരു ശക്തിയും വ്യാപരിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ക്രൈസ്റ്റ് സെന്റർ ചർച്ചിന് ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിൽ 5 സെക്ഷനും 4 സെക്ഷനും മാത്രമല്ല, സ്തോത്രം, ഒരുമിച്ചിരുന്ന് ആരാധിക്കാനുള്ളൊരു മഹാലയത്തെ എന്റെ സ്വർഗത്തിലെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞ്, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ കാണും. ആരതിനെ തടസ്സപ്പെടുത്തും? ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ അതിന് പ്രതികൂലം നിൽക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ എന്തെല്ലാം തടസ്സങ്ങൾ കൊടികുത്തി വാണിട്ടു എന്റെ ദൈവം വാഗ്ദത്തത്തെ പൂർത്തീകരിച്ചു. ആന്റി, വാഗ്ദത്തത്തെ പൂർത്തീകരിച്ചതല്ല സന്തോഷം, ഡേറ്റ് പറഞ്ഞ് എന്റെ ദൈവം വാഗ്ദത്തത്തെ പൂർത്തീകരിച്ചു. ആദാർ മാസം 3-ാം തീയതി ആ ആണ്ടിൽ എന്റെ തമ്പുരാൻ വാഗ്ദത്തത്തെ പൂർത്തീകരിച്ചു. കർത്താവിന്റെ ദാസൻ ആമുഖ സന്ദേശം പറഞ്ഞ വാക്യത്തെ ഞാൻ വിശ്വസിച്ചു പറയുന്നു. ഈ 6-ാം മാസം എന്റെ ദൈവം ചില വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കും. ആദാർ മാസം 6-ാം തീയതി എന്റെ ദൈവം വാഗ്ദത്തങ്ങളെ പൂർത്തീകരിച്ചെങ്കിൽ 6:15 വാക്യത്തിൽ കൈവച്ചു പറ, യേശുവിന്റെ നാമത്തിൽ. അവിടെ ആദാർ മാസമാണെങ്കിൽ ഞങ്ങൾ 6-ാം മാസത്തെ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചില പണികളെ കംപ്ലീറ്റ് ചെയ്യും. അവന് രക്തം ചെയ്യും, 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 രക്തം ചെയ്യും. ബൈബിളിനകത്ത് ചില മാസങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. ഈ വർഷത്തിന് 2 തട്ടുകൾ. 6-ാം മാസം ചേരുന്ന 1-ാമത്തെ തട്ട്, അടുത്ത 6-ാം മാസം ചേരുന്ന 2-ാമത്തെ തട്ട്. ഈ 6-ാം മാസത്തെ നോക്കി നമ്മൾ വിശ്വസിച്ചു പറയുക, എന്റെ ദൈവം ഈ മാസം 6 മാസം ഞാൻ നൊമ്പരപ്പെട്ടു. 6 മാസം കരിങ്കല്ലിറക്കി വെച്ച ഭാരത്തോടെ ഞാൻ ഇരുന്നു. 6 മാസം എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാനത് പറയുമ്പോൾ ഒരു പ്രവചന ശബ്ദം എന്റെ നാവിനകത്ത് സ്വർഗം തരുന്നു. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ ഞാനിതാ താഴ്വരകളെ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പോകുകയാ. അതെന്നാ സിസ്റ്റമാ തമ്പുരാനെ? കാറ്റില്ലല്ലോ, എല്ലാം പ്രതികൂലമല്ലേ, എന്നിട്ടും താഴ്വരകൾക്കകത്ത് നീ കുഴി വെട്ടാൻ പറയുന്നത് ദൈവം ചിലത് കണ്ടിട്ടാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറയണം, ചില വാഗ്ദത്തത്തെ ദൈവം ഡേറ്റ് പറഞ്ഞ് ഓ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി ചില പണികളെ തമ്പുരാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാൽ ഞങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ.
ശംദല ദാദന ധൂബല ഹസ്തന ദ്വിനബന ധുഡബന ശിനഗന ഹംദല ധീദന ഹസ്തന ധേഗബലാദന വൈഡബ റാദക ഹംദല ഘേനക ധൂബന ഹംസന ധേനക ധീനക രക്ഷക നേദന അടകബനാദല ഗത്തുക റാദല ഗന്തുക രാമന ഹംദല ഘേനക ധീനക ദാനക ധൂബല ഹർഷക രാദന വൈഡബ റംദക നന്ദക രക്ഷക ലേദന ഹത്തക രാദന ധൂഡബ റംദല വൈഷബ റംദല വൈഷബ നേദന ഹത്തക രേദക നേദക നേദി. കണ്ടോ, പറയുന്ന ഭാഷ പോലും സ്വർഗത്തിലെ ദൈവം നിന്റെ നാവിനകത്ത് തിരിക്കുന്നത്. ഇനിയും 6-ാം മാസം വരെ നീ തകർന്നു കിടന്ന മേഖലകളെയല്ല, അവൻ ചിലതിനെ പണിയാൻ പോകുകയാ. എൻ്റെ ദൈവം ചിലത് റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിനകത്ത് അതിനെൻ്റെ കൊച്ചിവിടെയില്ലല്ലോ. എൻ്റെ ദൈവം പണിയുന്ന ദൈവമാണോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ ദൈവം പണിയുടെ ദൈവമാണ്. ആമേൻ. രക്തത്തിന്റെ ശക്തി വാഴുമതിനായി നന്ദിയോടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് ഹല്ലേലൂയ. 10ാം ക്ലാസ് വരെ എൻ്റെ കൊച്ച് ഓക്കെ ആയിരുന്നു പാസ്റ്റർ. +2 വരെ എൻ്റെ കൊച്ച് ഓക്കെ ആയിരുന്നു. പക്ഷെ പഠനത്തിന് വേണ്ടി ഇതര പട്ടണത്തിലേക്ക് പോയപ്പോൾ നിയന്ത്രണത്തിന്റെ വലയം ഭേദിച്ച് താൻ തന്നിഷ്ടപ്രകാരം യാത്ര ചെയ്യുക. പാസ്റ്റർ, ഇനി പറ, എൻ്റെ കൊച്ചിനെ പണിയാൻ ദൈവത്തിന് കഴിയുമോ? ഡേറ്റ് പറഞ്ഞ ദൈവം പണി പൂർത്തീകരിക്കും. രാവിലെ സൂര്യൻ പൊട്ടി ഉദിച്ചുയരുന്ന സമയം മുതൽ അത് അസ്തമിക്കുന്നത് വരെ എല്ലുമുറിയെ പണിയെടുത്ത് കിട്ടുന്ന പണമെല്ലാം ഏതെങ്കിലുമൊക്കെ മദ്യശാലയ്ക്കകത്ത് കൊണ്ടുപോയി കൊടുത്ത്, സ്തോത്രം, ലക്ക് കെട്ടി ലഹരി കെട്ടിൻ്റെ കൂടാരത്തിൽ വരുന്ന എൻ്റെ ഭർത്താവിനെ പണിയാൻ ദൈവത്തിന് കഴിയുമോ? വിശ്വസിക്കുന്നവർ പറയണം, തീയതി പറഞ്ഞ എൻ്റെ ദൈവം പണികളെ പൂർത്തീകരിക്കും. ഈ 6-ാം മാസം ചിലതിൻ്റെ മടങ്ങിവരവിൻ്റെ മാസമായി. സ്തോത്രം. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതിയിലും നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് സത്യം ചെയ്തതാ പാസ്റ്ററെ, ഇനി ഞാൻ കുടിക്കുകയില്ലെന്ന് പറഞ്ഞേച്ചും പോയത്. പക്ഷെ അന്ന് രാത്രിയിലും കയറി വന്നത് 4 കാലയില. ആ മനുഷ്യനെ പണിയാൻ കൗൺസിലിംഗ് സെൻറ്ററിൽ പറ്റത്തില്ലായിരിക്കാം, മനുഷ്യനും മതത്തിനും കഴിയത്തില്ലായിരിക്കാം, മാറി വരുന്ന ഇസങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കാം. ഒരു ഫാസിസമോ നാസിസമോ ഫ്യൂഡലിസമോ യൂറോ കമ്മ്യൂണിസമോ ടാഗനിസമോ സർക്കിളിസമോ ആയിരക്കണക്കിന് ഇസങ്ങൾ കൊടികുത്തി വാടുന്ന നമ്മുടെ ഭാരതക്കരയുടെ ഇസങ്ങൾക്ക് കഴിയത്തില്ലെങ്കിലും പടച്ച തമ്പുരാൻ പണിയാൻ തീരുമാനിച്ചാൽ അതിനെ തകർക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ശാപം പിടിച്ചൊരു കൂടാരത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് മരിക്കാനിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ തമ്പുരാൻ ഡേറ്റ് പറഞ്ഞ് ചില പണികളെ പൂർത്തീകരിച്ചു. സാക്ഷ്യങ്ങൾ ആവർത്തിക്കാൻ നിൽക്കുന്നില്ല. സ്തോത്രം. ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചത്. പക്ഷേ ഈ വാക്ക് പറയുമ്പോൾ സാക്ഷ്യം ഒരൊറ്റ വാക്കി പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സ്തോത്രം. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ അടിസ്ഥാനങ്ങൾ ഇടുമ്പോൾ അതിന് പൂജകൾ നടത്തണം. ആകയാൽ ആ സമയത്ത് ഒരു വാർത്ത കേട്ടു, ഇവിടെ വീട് പണിയാൻ കഴിയില്ല. അമ്മ, എൻ്റെ അപ്പൻ്റെ പേര് അർജുനൻകുട്ടി എന്ന. അർജുൻ തിരിച്ചു ചോദിച്ചു, അതെന്നാ പണിയാൻ പറ്റാത്തത്? അവർ പറഞ്ഞു, സാറേ, ഇത് വരത്തുപോക്കുള്ള മണ്ണ. വരത്തുപോക്കുള്ള മണ്ണിനകത്ത് വീടെന്നല്ല ഒന്നും പണിയാൻ കഴിയില്ല. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ അക്കാരം ഉയർത്തി കാണിക്കാമോ? ഹൈന്ദവ മാർഗം ഇത്രയും പ്രിയപ്പെട്ടവരോ? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പം ഞാൻ സാക്ഷ്യങ്ങൾ ലോർഡ് ദ ഹോളി സ്പിരിറ്റ് കാരം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഞാൻ വിശദീകരിക്കാതെ കുറേയും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഇവിടെ വരത്തുപൊക്കുള്ള മണ്ണ. വരത്തുപൊക്കുള്ള മണ്ണിനകത്ത് വീടെന്നല്ല ഒന്നും പണിയാൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. അപ്പൻ തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, പണിതാലോ? അവർ പറഞ്ഞു, പണിതാലോ? പണിതാ നീ മരിക്കും, നിന്റെ ഭാര്യ മരിക്കും, 2 പിള്ളേർ മരിക്കും. ഇത് ശാപത്തിൻ്റെ മണ്ണാണ്. സ്തോത്രം. അപ്പൻ വീടിൻ്റെ പണി ആരംഭിച്ചു. അന്നും ഇന്നും എൻ്റെ അപ്പനിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഭയങ്കര തൻ്റെ ഇടമ. സ്തോത്രം. അന്നും തൻ്റെ ഇടമ. വിശ്വാസത്തിൽ വന്നതിന് ശേഷം അത് ഇച്ചിരി കൂടിയിട്ടേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടൊരു ഗുണമുണ്ട്, ഏത് പൊന്നുമോനോടും കയറി സുവിശേഷം പറഞ്ഞു കളയും. സ്തോത്രം. സാധാരണ ഞാനൊക്കെ ഈ സമയം സ്ഥലം കിട്ടുന്ന അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന അന്തരീക്ഷത്തിൽ പോയാൽ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്. എൻ്റെ അപ്പൻ അങ്ങനെയല്ല. സ്തോത്രം. ഒരു കൊച്ചു മൈക്കും ഹാൻഡ്സെറ്റും ഇട്ട് അങ്ങ് ഇറങ്ങും. സ്തോത്രം. ആരും പോകാത്ത സ്ഥലങ്ങളിൽ പോയി അങ്ങ് പ്രസംഗിക്കും. സ്തോത്രം. അതൊരു പ്രത്യേക തൻ്റെ ഇടമ. സ്തോത്രം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് റിട്ടയർഡ് ആയതാണ്. സ്തോത്രം. എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്, എന്നെക്കാൾ ഇച്ചിരി കൂടെ വണ്ണമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നെഞ്ചും പിരിച്ച് പുറത്തോട്ടിറങ്ങി ആരാട് അവിടെ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്താരും ഒന്നും മിണ്ടാതിരുന്നൊരു കാലഘട്ടമുണ്ട്. സ്തോത്രം. താൻ ഒരിക്കൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ശബരിമലയിൽ ആ ഭാഗത്തൊക്കെ തനിക്ക് ഡ്യൂട്ടി വരുന്ന സമയത്ത് ആമേ സ്തോത്രം ഷൂസ് ഇട്ടുകൊണ്ട് അവർ, നിങ്ങൾക്ക് അത് ഞാൻ പറയാതറിയാം. സ്തോത്രം. അവിടെ അഗ്നി കത്തുന്ന സ്ഥലത്ത് ഷൂസ് ഇട്ടുകൊണ്ട് തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ. താൻ കയറുന്ന സമയത്ത് ഓഫീസർ പറഞ്ഞു, സാറേ അത് ഊരി വെച്ചേച്ചും കയറണം. സ്തോത്രം. അപ്പം തിരിച്ചു പറഞ്ഞു, ഊരി വെച്ചേച്ചും കയറത്തില്ല, കാരണം എൻ്റെ യൂണിഫോമിൻ്റെ ഭാഗമാണ് എൻ്റെ ഷൂസ്, ഊരി വെച്ചേച്ചും കയറത്തില്ല. അവർ പറഞ്ഞു, അത് അവരുടെ പുണ്യസ്ഥലം. അപ്പം പറഞ്ഞു, അവർക്കത് പുണ്യസ്ഥലം, എനിക്കത് പുണ്യസ്ഥലം അല്ല. സ്തോത്രം. അതൊരു ഞാൻ പറയുന്നത് എല്ലാത്തിൻ്റെയും പോലെ ഇപ്പോൾ നമ്മൾ തല ചായ്ക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, പക്ഷേ എല്ലാത്തിൻ്റെ മുമ്പേ തല കുനിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രം. അതൊരു പ്രത്യേക തൻ്റെ ഇടമ. സ്തോത്രം. സാന തിരിച്ചു പറഞ്ഞു, പണിതാലോ? അവർ പറഞ്ഞു, പണിതാൽ ഇതാണ് മരണമാണ് നിങ്ങളുടെ വീടിനകത്ത്, മരണത്തിൻ്റെ സീഡാണ് നിങ്ങളുടെ വീടിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. എൻ്റെ അപ്പൻ പണി ആരംഭിച്ചു. ഈ ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് പണി ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പിനെ ഇറക്കി. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണിയുടെ നേതൃസ്ഥാനത്തിൽ നിൽക്കുന്നവനാണ്. താൻ കല്ല് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഴിയിൽ കിടന്ന് താൻ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്.
വരികയാണ്. പ്രശ്നങ്ങൾ അവിടെ ആരംഭിച്ചു. കാട്ടുതീ പോലെ ദേശത്തിൻ്റെ അകത്ത് ഒരു വാർത്ത വരുന്നു. അർജുന സാറിൻ്റെ കുടുംബം ശാപത്തിൻ്റെ മണ്ണാണ്. സ്തോത്രം. ശാപത്തിൻ്റെ വീടാണ്. സ്തോത്രം. ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടന്നു. എന്നാൽ പണിയുടെ രണ്ടാം ഘട്ടം ടോപ്പ് വർക്കുന്ന സമയം. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട്. അച്ചാച്ചൻ എന്ന വയസ്സ് 22-23 ഉള്ളൂ. പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ടൊന്ന് കയറി വന്നതാ. വാർത്ത വെച്ചിരിക്കുന്ന ഒരു പില്ലർ ഇങ്ങനെ ചാരിതിക്ക് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഭാവനെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ടോപ്പ് മൊത്തവും ഇടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ വാരിയെടുത്ത് ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരെല്ലാം എൻ്റെ അപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, സാറേ അന്നേ പറഞ്ഞില്ലേ ഇത് ശാപത്തിൻ്റെ മണ്ണാണ്, ഇവിടെ ജീവൻ വാഴത്തില്ല. സ്തോത്രം. അന്ന് എൻ്റെ അപ്പൻ ആദ്യമായിട്ട് സ്തോത്രം തനിക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തതുപോലൊരു സാഹചര്യത്തിലേക്ക് താൻ വന്നു. അവിടെ മുതൽ എൻ്റെ മാതാവിൻ്റെ ഭക്തി ആരംഭിക്കാൻ തുടങ്ങി. ഹൈന്ദവ വിശ്വാസപ്രകാരം രാവിലെ കുളിച്ചൊരുക്കി സെറ്റ് സാരി കൊടുത്ത് ശിവന്റെ ക്ഷേത്രത്തിനകത്ത് പോയി പൂജകൾ നടത്താതെ അടുക്കളയിൽ പോലും കയറാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അത്ര ഭക്തിയുള്ള പെന്തക്കോസുകാരുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. രാവിലെ കുളിച്ചൊരുങ്ങി പ്രാർത്ഥന പാലിരിക്കുന്ന അത്ര ബന്ധക്കൂസുകാരുണ്ട്. സ്തോത്രം. രാവിലെ കുളിച്ചൊരുങ്ങി കൊല്ലം മുഖത്തല എന്ന് പറയുന്ന സ്ഥലത്തിൽ അത്യാവശ്യം ഒരു നായൽ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ മാതാവ് അവിടെ മുതൽ ഹൈന്ദവത്തിൻ്റെ തൻ്റെ ഭക്തിയുടെ എക്സ്ട്രീം ലെവലിനകത്ത് കയറാൻ തുടങ്ങി. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, താൻ വിളിച്ചപേക്ഷിച്ച ദൈവങ്ങളെല്ലാം തന്നെ കൈവിട്ട് തോന്നിയ നിമിഷങ്ങൾ. ആമേൻ. ദേശത്തെല്ലാം വാർത്ത ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയം അവരുടെ വീട് ശാപത്തിൻ്റെ വീട്. അവിടെ നിർത്തിക്കൊണ്ട് ശാന്തമായിട്ട് ഞാനൊരു ദൂത് പറയാം. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാകിയാൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് നാട്ടുകാരല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ജാതകം എഴുതുന്നവനുമല്ല, നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് മാതാപിതാക്കന്മാരുമല്ല. ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് കണ്ട ദൈവം, വിളിച്ച ദൈവം, വേർതിരിച്ച ദൈവം, അവൻ നമ്മുടെ ഭാവിയെ നിയന്ത്രിപ്പാൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ജാതകപ്രകാരം എൻ്റെ ചേച്ചിയുടെ ആയുസ് എന്ന് പറയുന്നത് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. 15 വർഷം 6 മാസം അങ്ങാണ്ട ജാതകപ്രകാരം എൻ്റെ ചേച്ചിയുടെ ആയുസ്. കണ്ടോ, ആരെന്നെ നോക്കുന്നുണ്ട്. ഇന്ന് ചേച്ചി എവിടെ? ഇന്ന് 37 വയസ്സുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ജാതകം എഴുതുന്നവൻ അല്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം അതെടുത്ത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളത്. സ്തോത്രം. അതല്ല നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ഇനി ഒരു പദം കൂടെ ഞാൻ അങ്ങ് ഇറങ്ങി പറയാം. ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കന്മാർ ആമേൻ മനസ്സുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് വേദനയോടെ പേറി പ്രസവിച്ചതല്ലേ 167 അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദനയാണത്രേ ഒരു പ്രസവ സമയത്ത് ഒരു മാതാവ് എടുക്കുന്നത്. ഏതോ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അത്രയും അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദന പ്രസവ സമയത്ത് എടുത്തതല്ലേ, എൻ്റെ കൊച്ചിൻ്റെ ഭാവി ഞാൻ നിർണ്ണയിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പോലും സ്വർഗത്തിലെ ദൈവം താഴോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, വേണ്ട, നീ വേദന എടുത്തു ശരിയാ, പക്ഷെ നിന്റെ കൊച്ചിൻ്റെ ഭാവി ഓൾറെഡി ഞാൻ നിർണ്ണയിച്ചു വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈമേൻ. സ്തോത്രം. എൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് എൻ്റെ അപ്പനും അമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് രാവിലത്തെ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ കാണില്ല. സ്തോത്രം. അതെന്താ? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് 2-ാം മാസം കിടക്കുമ്പോഴാണ് എൻ്റെ മാതാവ് തിരിച്ചറിയുന്നത് അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട്. ആ ജീവനാ മോളെ ഞാനൊരു സ്തോത്രം പറഞ്ഞേ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട. സ്തോത്രം. അതെന്താ? ഞാനും കൂടെ ജനിച്ചാൽ എന്നെ കൂടെ വളർത്താൻ ഒരു സാഹചര്യം എൻ്റെ വീടിനകത്തില്ല. സ്തോത്രം. ഞാനും കൂടെ ജനിച്ചാൽ, എനിക്ക് മുമ്പ് ഓൾറെഡി ഒരാളുണ്ട്, അതെൻ്റെ സഹോദരിയാണ്, ഇനി ഞാനും കൂടെ ജനിച്ചാൽ എന്നാ ചിലവല്ലേ. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ അമ്മ ചിന്തിച്ചു ഇവനെ വേണ്ട, അബോഷൻ ചെയ്യാം. പക്ഷേ പ്രശ്നം, അബോഷൻ ചെയ്യണമെങ്കിൽ കൈ പൈസ വേണം. അതിനുകൊണ്ട് എൻ്റെ മാതാവ് കണ്ടെത്തിയൊരു കുറുക്ക് ബുദ്ധിയുണ്ട്. 2-ാം മാസം വലിയ കയ്യാലയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. കയ്യാല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ഒരു കൊട്ടാരക്കരക്കാരനാകുന്നുണ്ട്. ആ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാൻ പാടുള്ളൂ. സ്തോത്രം. വലിയ കയ്യാലയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. എന്നിട്ട് 3, 2, 1 എന്ന് പറഞ്ഞ് എൻ്റെ മാതാവ് താഴോട്ടങ്ങ് എടുത്തിയാടും. ഞാൻ ചാകുന്നെങ്കിൽ ചാകട്ടെന്ന് വെച്ചാൽ. എന്നിട്ട് ഞാൻ ചത്തില്ല മാമ. ഒരു സ്തോത്രം പറഞ്ഞേ. അമ്മയോട് ആരോ പറഞ്ഞ് കപ്പയ്ക്ക ജ്യൂസ് കലക്കി കുടിച്ചാൽ മതി, കൊച്ചി കലങ്ങിപ്പൊക്കോളും. കിലോ കണക്കിന് കപ്പയ്ക്കയും പൈനാപ്പിളും മേടിച്ച് എൻ്റെ മാതാവ് തച്ചിൽ നിന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാൻ തുടങ്ങി. കുടിക്കും തോറും ഞാൻ പുഷ്ടി പ്രാപിക്കുന്നല്ലാതെ കലങ്ങിപ്പോകുന്നില്ല. സ്തോത്രം. ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന് കണ്ടപ്പോൾ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് കൊച്ചിനെ വേണ്ട. ഡോക്ടർ ചോദിച്ചു, കാര്യം എന്നാ? ആമേൻ. സ്തോത്രം. സാറേ ഇതിനിപ്പോൾ ഞങ്ങൾ പ്രിപ്പയർ അല്ല, ഇത് ജനിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസ് ആണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് ആക്സിഡന്റ് ഉണ്ടായൊരു കുഞ്ഞാണ്, വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കാണ് ആവശ്യം, ഒരു ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷൻ തന്നു. കുറച്ച് ടാബ്ലറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഹോസ്പിറ്റൽ റൂമിനകത്ത് കിടക്കും, നാളെ രാവിലെ അബോഷനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. നിങ്ങൾക്കറിയാമോ, പിറ്റേന്ന് വന്ന ഡോക്ടർ എൻ്റെ മാതാവിനെ കൗൺസിൽ ചെയ്യാൻ ആരംഭിച്ചു. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വാക്തത്വ സന്തതിയാണെങ്കിൽ ഫറവോൻ ശ്രമിച്ചാൽ പോലും ആ സന്തതിയെ തകർത്ത് കളയാൻ ലോകത്തിൻ്റെ ഒരു ശക്തി, ഹെരോദ മണ്ഡലം ഇനി എത്ര ഉയർന്നു നിന്നാലും നിന്റെ സന്തതി പ്രോമിസ് സണ്ണാണെങ്കിൽ അതിനെ ഉടച്ചു കളയാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആകയാൽ അബോഷൻ തീരുമാനിച്ച ഡോക്ടർ എൻ്റെ മാതാവിനെ കൗൺസിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതൊക്കെ എന്നാ ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ. അബോഷൻ ചെയ്യാൻ തീരുമാനിച്ച ദൈവത്തിന് അങ്ങനെ പല പദ്ധതിയുണ്ട്. ഞാൻ അതൊക്കെ പറയുമ്പോൾ 100 കണക്കിന് സാക്ഷ്യങ്ങൾ മനസ്സിനകത്തേക്ക് വരിക. കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു സാക്ഷ്യം. അദ്ദേഹം ഒരു സർജറിക്കകത്ത് അദ്ദേഹം മരിച്ചുപോയി. ആ മനുഷ്യനെ നോക്കി ഡോക്ടർ 2 പഞ്ഞിയൊക്കെ വെച്ച് കാലൊക്കെ കൂട്ടിക്കെട്ടി അദ്ദേഹത്തെ മോർച്ചറിക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. വെള്ളം പുതപ്പിച്ച് മോർച്ചറിക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മോർച്ചറിയുടെ വാച്ച്മാൻ ഉണ്ടല്ലോ, പുള്ളി ആ സമയത്തിന് 5 മിനിറ്റ്സ് മുമ്പ് ഇച്ചിരി ചായ കുടിക്കാനുള്ള ആഗ്രഹത്തിൽ പുള്ളി അത് ലോക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ പോയി. സ്തോത്രം. സത്യത്തിൽ ആ മനുഷ്യനെ ചായ കുടിക്കാൻ വിട്ടത് ദൈവം. ഒരു സ്തോത്രം.
അതുകൊണ്ട് കൊണ്ടുപോയ സ്ട്രക്ചർ അകത്തെ കയറ്റാൻ കഴിയാതെ മോർച്ചറിയുടെ വാതിക്ക് 5 മിനിറ്റ് കടത്തി. ഈ സമയത്ത് ഒരു നേഴ്സ് അതുവഴി ഇങ്ങനെ നടന്നുപോയി നേഴ്സ് ഇങ്ങനെ ചുമ്മാതെ ആ ബോഡിക്കകത്ത് നോക്കേണ്ട കാര്യമില്ല, കാരണം മരിച്ചുപോയ മനുഷ്യനല്ലേ. എന്നാലും ഇങ്ങനെ ചുമ്മാ എത്തി നോക്കിയപ്പോൾ നേഴ്സ് പെട്ടെന്നൊരു കാര്യം കണ്ട് പുള്ളിയുടെ കൈ അനങ്ങുന്നുണ്ട്. സ്തോത്രം. അവർ പെട്ടെന്ന് സത്യത്തിൽ അതൊക്കെ കാണുമ്പോൾ ബോധം കെട്ട് വീഴേണ്ടതല്ലേ. ആ നേഴ്സിനെ ബോധം കെടുത്താത്ത ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. സ്തോത്രം. ആമേൻ. പെട്ടെന്ന് അവർ ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അകത്ത് പൾസുണ്ട്. സ്തോത്രം. വീണ്ടും സർജറിക്ക് വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ജീവനോടെ ആ ചർച്ചയിൽ വന്നിരിക്കുക. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി കേട്ടപ്പോൾ സത്യത്തിൽ ആകാം തിളയ്ക്കുന്ന ദൈവകൃപ. ഒരു 10 പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ എന്നാ ശക്തിയാണെന്നറിയാമോ ഇതുപോലത്തെ ഒരു 5 സാക്ഷ്യം കേൾക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് കൗൺസിൽ ചെയ്യാൻ വന്ന ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ച ഡോക്ടർ കൗൺസിൽ ചെയ്യാൻ ആരംഭിച്ചു. സ്തോത്രം. അവസാനം എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംസാരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, സാറിന് അതൊക്കെ പറയാം, ഇത് ജനിച്ചാൽ ചിലവല്ലേ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാ ചിലവാ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് പുസ്തകം മേടിക്കേണ്ട, ബാഗ് മേടിക്കേണ്ട, അതൊക്കെ ചിലവുള്ള കാര്യമല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനൊരു എളുപ്പബുദ്ധി പറയാം. സ്തോത്രം. അമ്മ ചോദിച്ചു, സാറ് തരുമോ പൈസ? അയ്യോ ഞാൻ തരുമൊന്നുമില്ല, ഒരു എളുപ്പബുദ്ധി പറയാം. എന്നാ, ഇതിന് മുമ്പിട്ട് ഒരാളുണ്ടല്ലോ, ഉണ്ട്, ഇതിൻ്റെ സഹോദരി, ഇതാണാണോ പെണ്ണാണോ നമുക്കറിയാൻ പാടില്ല. സ്തോത്രം. അപ്പോൾ അതിനെന്തായാലും പുസ്തകം മേടിക്കണം, മൂത്തതിന് എന്തായാലും പുസ്തകം മേടിക്കണം. ഇത് ഇളയതല്ലേ, ആമേൻ, അടുത്ത വർഷമല്ലേ ഇതിന് കൂടെ എത്തുള്ളൂ. അങ്ങനെയാണ് ആ പുസ്തകം നമുക്ക് ഇവന് കൊടുത്താൽ പോരെ, സെക്കൻഡ് ഹാൻഡ് ഒരു. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അവർക്ക് എന്തായാലും ബാഗ് മേടിക്കണം. സ്തോത്രം. അടുത്ത വർഷമല്ലേ ഇവൻ്റെ കൂടെ എത്തുള്ളൂ, ആ ബാഗ് നമുക്ക് ഇവന് കൊടുത്താൽ പോരെ, സെക്കൻഡ് ഹാൻഡ് ഒരു. സ്തോത്രം പറഞ്ഞേ. അങ്ങനെ പലതും പറഞ്ഞ് കൗൺസിൽ ചെയ്തപ്പോൾ അവസാനം എൻ്റെ മാതാവ് തീരുമാനിച്ചു, എന്നാൽ പിന്നെ ആട്ടെ സാറേ വരുന്നിടത്ത് വെച്ച് കാണാം. സ്തോത്രം. അങ്ങനെ വേണ്ട എന്നൊരു ചിന്തയിൽ ഈ റൂം വിട്ട് പുറത്തോട്ടിറങ്ങാൻ നേരം സുജിത്ത ഡോക്ടർ പറയുകയാണ്, ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്നാ, ഇന്നലെ രാത്രി ഒരു ഇഞ്ചക്ഷൻ തന്നില്ലേ, കുറേ ടാബ്ലറ്റ് ഒക്കെ വാരി കഴിച്ചതല്ലേ കൊച്ചു ചാകാൻ, അതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. സ്തോത്രം. അമ്മ ചോദിച്ചു, അതിനിപ്പോൾ എങ്ങനെ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതൊരു കാലിന് നീളം കൂടുതലോ, ഒരു കാലിന് നീളം കുറവോ, അല്ലെ കണ്ണിൻ്റെ കാശക്തി, തലയോട്ടി, എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നം, നല്ലോണം നോക്കിക്കോണം കേട്ടോ. സ്തോത്രം. നല്ലോണം നോക്കിക്കോണം. സ്തോത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് ഇറങ്ങി പറയാറുണ്ട്. ആ ലേബർ റൂമിൽ കിടക്കുന്ന എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അവർ അപ്പൻ അവരെ കാണാൻ വന്നത് വലിയ ലഡുവും ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ടാണ്. പക്ഷേ നീ ജനിച്ചപ്പോൾ നിൻ്റെ അപ്പൻ നിന്നെ കാണാൻ വന്നത് നീയുള്ളൊരു ടേപ്പും മേടിച്ചുകൊണ്ടാണ്. കാലൊക്കെ അളന്ന് നോക്കാം കൃത്യമാണോ എന്ന്. നേഴ്സ് ചോദിച്ചു, ഈ മനുഷ്യൻ കൊച്ചുകാല് പിടിച്ച് എന്നാ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ചുപ്പരഹോ മിണ്ടല്, കാലിൻ്റെ നീളമൊക്കെ കറക്റ്റാണോ നോക്കിയത്. എൻ്റെ തമ്പുരാൻ ഇച്ചിരി നീളം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് മാതാപിതാക്കന്മാരല്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചൊല്ലുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ആമേ. സ്തോത്രം. ആ സമയങ്ങളിൽ പ്രതികൂലങ്ങൾ ആരംഭിച്ചു, പ്രതിസന്ധികൾ ആരംഭിച്ച കാരണത്താൽ എനിക്ക് ഡിസംബറിനോട് അടുക്കുന്നൊരു സമയം, ആമേൻ, സന്ധ്യയോട് അടുക്കുന്നൊരു സമയം, പണിതീരാത്ത ശാപം പിടിച്ച വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു കസേര വലിച്ചിട്ട് രാത്രി എൻ്റെ മതം മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു. രക്ഷപ്പെടാൻ ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതൊരു പുണ്യക്ഷേത്രത്തിൽ പോകുന്നതല്ല, ഒരു രക്തബന്ധങ്ങളെ കാണുന്നതല്ല, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നതല്ല. രക്ഷപ്പെടാൻ ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒരു വിശക്കുപ്പി അല്ലെങ്കിൽ ഒരു പിടി തുണ്ട് കയറ്, ജീവിതം അവസാനിപ്പിക്കാം, എന്തിനിങ്ങനെ ജീവിക്കണം, ചത്ത് കളയാം എന്ന് തീരുമാനിച്ചെൻ്റെ മാതാവ് അന്ന് രാത്രി മരണം 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 വീട് അപ്പുറം മാറി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉപദേശി വരും എല്ലാ മാസവും. കാലിനിച്ചിരി സ്വാധീനത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് അഭിഷക്തനെ അദ്ദേഹം ഇങ്ങനെ മുടന്തിയാണ് വരുന്നത്. താമേ നാട്ടിനകത്ത് ചോരത്തിളപ്പുള്ള പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ അദ്ദേഹത്തെ കാണുമ്പോഴേ കളിയാക്കി പറയും, മുടന്തിരുപദേശി എന്ന് കളിയാക്കി പറയും. പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയില്ല. എല്ലാ മാസവും ഞങ്ങളുടെ നാട്ടിൽ വരും. സ്തോത്രം. എൻ്റെ മാതാവ് മരിക്കാനെന്ന രാത്രിയുടെ പകൽ ആ മനുഷ്യൻ ഞങ്ങളുടെ ദേശത്തിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹം വന്ന് വൈകിട്ട് ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോൾ എന്ന് പറയുന്നൊരു സഹോദരിയുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കൊച്ചു യോഗം നടത്തിയ രാത്രിയാണ്. സ്തോത്രം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മനോഹരമായ ചർച്ച്. സ്തോത്രം. എനിക്ക് ഒട്ടും സ്ട്രെയിൻ എടുക്കേണ്ടാത്ത രീതിയിൽ മനോഹരമായ 2 ഫീഡ്ബാക്കുകൾ, അതിനേക്കാൾ വലിയ ആധുനിക സൗകര്യങ്ങൾ, എല്ലാം കൊണ്ടും മനോഹരം. പക്ഷേ ഞങ്ങളുടെ ദേശത്ത് ഉപദേശി നടത്തുന്ന യോഗത്തിൽ ഒരു നല്ല മൈക്ക് സെറ്റ് ഇല്ല. ചരൽ കൊണ്ട് നിറയപ്പെട്ട മുറ്റത്ത് കുറേ പുൽപ്പാവാരിക്കൊണ്ടിട്ട് ആ മനുഷ്യൻ അന്ന് രാത്രി സ്തോത്രം പറഞ്ഞു തുടങ്ങിയ യോഗം. പരിശുദ്ധാത്മാ പറഞ്ഞു, ഇനിയൊരു പാട്ടുപാടി എന്നെ ആരാധിക്കണം. ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ഏത് പാട്ടാപ്പാ പാടണ്ടേ? ദൈവം തന്നോട് പറഞ്ഞു, പണ്ട് എൻ്റെ ഭക്തനുണ്ടായിരുന്നടാ, വാടക വീടിൻ്റെ കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പറക്കുമുറ്റാത്ത കുഞ്ഞിനെ കൊണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് ഗതികേട് വന്നപ്പോൾ റോഡ് സൈഡിനകത്ത് ഇങ്ങനെ മഴ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന രാത്രിയിൽ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ ഭക്തൻ ചോദിച്ചു, കരുതുന്നൊരു ദൈവം അങ്ങ് ഉയരത്തിനകത്തുണ്ടോ? അന്ന് ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. ആ രാത്രി ആ ഭക്തനൊരു പാട്ട് കൊടുത്തു. ക്രൈസ്തവർക്ക് മറക്കാൻ കഴിയില്ല. പാട്ടിൻ്റെ ആദ്യത്തെ ഈരടികൾ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീയ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമോ. സ്തോത്രം. ആ ഉപദേശി ആ ഭക്തൻ അന്ന് കൊടുത്ത പാട്ട് ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശി ആത്മനിയോഗത്തോടെ പാടാൻ തുടങ്ങി. എനിക്കിന്നും അറിയത്തില്ല ആൻറ്റിമാരെ, ആ പാട്ട് അവിടെ ഇരുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനിയെ സ്പർശിച്ചോ എന്ന്. പക്ഷേ 2 വീട് ഇപ്പുറം മാറി ശാപം പിടിച്ച വീടിനകത്ത് മരിക്കാനിരിക്കുന്നതിൻ്റെ മാതാവിൻ്റെ കാതിനകത്തല്ല, ഹൃദയത്തിനകത്തേക്ക് ആ വരി വന്ന് പതിച്ചു. ആദ്യമായി എൻ്റെ മാതാവ് ജീവനുള്ള യേശുവിനോട് പ്രതികരിക്കാൻ തുടങ്ങി. കരുതുന്നൊരു ദൈവം ജീവനോടുണ്ടോ, കലങ്ങുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നൊരു ദൈവം ജീവനോടുണ്ടോ. ആ മീറ്റിങ്ങിൽ പോകണമെന്ന് എൻ്റെ മാതാവിന് ആഗ്രഹമുണ്ട്. പക്ഷെ പോകാൻ കഴിയാതെ ആ പാര
പാരമ്പര്യത്തിൻ്റെ കസേരയിൽ താൻ ഇങ്ങനെ പിടിമുറുക്കിയിരിക്കുമ്പോൾ പാട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ് വന്നു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. ആ വരി കേട്ടപ്പോൾ പിന്നെ എൻ്റെ മാതാവിന് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരോട് അങ്ങനെ പറയാം, ഒരു കാന്തം മുട്ടുസൂചി ആകർഷിക്കുന്നത് പോലെ ദേശത്തിൻ്റെ അകത്തുനിന്ന് പലതിനെയും വലിച്ചു പുറത്തു കൊണ്ടുവരാൻ ഇന്നും അകത്തു വാഴുന്ന ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ചെയ്യുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് ദൈവ സാന്നിധ്യം ചലിക്കുമ്പോൾ ഒരു നോട്ടീസ് ഇല്ല, കൺവെൻഷൻ ബോർഡ് ഇല്ലെങ്കിൽ പോലും ആമൻ ജനത്തെ 3000 എണ്ണത്തെ അകത്ത് കയറ്റാൻ അഭിഷേകത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പറയണം, 21 ഡേയ്സ് ഫാസ്റ്റിംഗിന്റെ 5ാമത്തെ പകലും ഇതുവരെയും ഇതിനകത്ത് കയറാത്ത ചിലതിനെ വലിച്ചു പുറത്തു കൊണ്ടുവരാൻ എന്റെ നാഥന്റെ കരം ദേശത്തിന്റെ നടുകയും കുറുകയും ചലിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമായി ശക്തിയോടെ കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ആ മീറ്റിങ്ങിനകത്ത് പോകാൻ മനസ്സുകൊണ്ട് മടിച്ചിരുന്ന എൻ്റെ മാതാവ് രണ്ടാമത്തെ ചാൻസ് കേട്ടപ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ല. താൻ കസേര വിട്ട് ചാടി എഴുന്നേറ്റു. സ്തോത്രം. ഇന്നും എൻ്റെ അമ്മ പറയാറുണ്ട്, ഞാൻ എഴുന്നേറ്റതല്ല, ആരോ എൻ്റെ കൈ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചതാ. അതാരാണെന്ന് എനിക്ക് അന്ന് പറയാൻ അറിയാൻ പാടില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയാം, എൻ്റെ മാതാവിൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചവനെയാ ഇന്ന് രാത്രി ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. അതെൻ്റെ യേശു എന്ന നാമമുള്ളവനെയാ. സ്തോത്രം. ആ മീറ്റിങ്ങിനെ ലക്ഷ്യമാക്കി എൻ്റെ മാതാവോട് അവിടെ ചെന്നു. നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ പബ്ലിക്കിൽ ഇരിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ആ മുറ്റത്തിൻ്റെ ഓരം തെന്നി മാറി ഏറ്റവും പുറകുവശത്ത് കണ്ടിരുന്ന ഒരു വാഴയുണ്ട്. ആ വാഴയുടെ ചുവട്ടിൽ പോയി എൻ്റെ മാതാവ് ഇരുന്നു. സാധാരണ ഇപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങി പറയാറുണ്ട്. പെന്തക്കോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഫാനിൻ്റെ കീഴയിലല്ല, ഒരു AC റൂമിനകത്തല്ല, ഒരു ശീതീകരിച്ച അന്തരീക്ഷത്തിലല്ല, ഒരു കസേരയിലും പ്രാർത്ഥന പായിലുമല്ല. പെന്തക്കോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു വാഴയുടെ ചെളിക്കൂട്ടത്തിനകത്തിരുന്ന അവിടെ ഇരുന്നു കൊണ്ട് താൻ പ്രാർത്ഥിച്ചാരംഭിച്ചു. തുടക്കം ചെറുതാ, പക്ഷെ ഒടുക്കം ഒരു വലിയ വിശാലത. തുടക്കം കയ്പ, പക്ഷെ ഒടുക്കം ഒരു വലിയ മധുരത്തിൻ്റെ വാക്തത്വം. തുടക്കം ഇടുക്കമാണെങ്കിലും ഒടുക്കം നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്നും ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, സ്വർഗത്തിൽ ഒരു വലിയ ഡയറി ഉണ്ടെങ്കിൽ അത് നീതിയുടെ ഡയറി ആണെങ്കിൽ അതിനകത്ത് ദൈവം നീതിപൂർവ്വം എന്തെങ്കിലും എഴുതി വെക്കാറുണ്ടെങ്കിൽ അന്നേ തമ്പുരാൻ എഴുതി വെച്ച് കാണും, നീ ഇന്ന് രാത്രി വാഴയുടെ ചുവട്ടിലായി ഇരിക്കുന്നെങ്കിലും നിൻ്റെ തുടക്കം ഇവിടെ ആണെങ്കിലും ഒറ്റ കാര്യം ഞാൻ ചെയ്യാം, തലമുറകളെ ഞാൻ മാനിച്ചോളാം. കൊച്ചുങ്ങളെ ഞാൻ ഉയർത്തിക്കോളാം. വിശ്വാസ ജീവിതത്തിനകത്ത് വന്നതുകൊണ്ട് സ്വന്തം നാട് വിട്ടു പോകേണ്ട ഗതികേട് സംഭവിച്ചു. അല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആദിവാസികൾ അധികമുള്ള വയനാടിൻ്റെ കാട്ടുപ്രദേശത്തിലേക്കുള്ള ചേക്കേറയിലും കൊച്ചുപ്രായം സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്ത അന്തരീക്ഷങ്ങളുമൊക്കെ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്. കൊച്ചുപ്രായത്തിൽ സിലബസ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ മാതാവിൻ്റെ കാതിനകത്ത് ഓതി തന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. അന്നേ അകത്ത് കയറിയ കൊതിയ യേശുവിനെ പ്രസംഗിക്കണം. മാതാവിനെ വിടിവിച്ച ദൈവത്തെ അന്ത്യം വരെ ഹോളി സ്പിരിറ്റ്. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നുന്ന ശോഭയുള്ളൊരുവൻ്റെ മുഖം കാണുന്നുണ്ട്. ആദ്യമെങ്കിൽ അല്പം കൈപ്പാട്ട് തോന്നിയാലും അന്ത്യമെത്തുമെന്നാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ഇത് മധുരത്തിൻ്റെ വാക്തത്വമാക്കി തീർക്കുന്നതിൻ്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ലോർഡ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് ഞാൻ എൻ്റെ സഹോദരിയോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എടാ ദൈവം നമ്മളെ ഇത്രയും മാനിച്ചതിൻ്റെ പിന്നിൽ രഹസ്യം നിനക്കറിയാവോ? ദൈവം നമ്മളെ ഇത്ര ഉയർത്തിയതിൻ്റെ പിന്നിൽ രഹസ്യം നിനക്കറിയാമോ? അവൾ പറയും, അറിയാം അറിയാം അറിയാം. എന്നാത്? കുലശ്രേഷ്ഠതയാണോ? ഓ അല്ല. കുടുംബ പാരമ്പര്യമാണോ? ഒരിക്കലും അല്ല. അഴകും അറിവും ജ്ഞാനവും അല്ല. വിദ്യാഭ്യാസവും അല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട് പെട്ടിക്കകത്തിരിക്കും, അഭിഷേകം ഉണ്ടെങ്കിൽ ശിരസിൻ്റെ മണ്ട. ജീസസ് ദ ഹോളി സ്പിരിറ്റ്. എന്താ ദൈവം ഇത്രയും നമ്മളെ മാനിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ രഹസ്യമുള്ളൂ. ഇന്നും ഞാൻ പറയാറുണ്ട് അന്യമാരെ, എൻ്റെ മാതാവ് വാഴയുടെ ചുവട്ടിൽ കണ്ണുനീരോടെ ഇരുന്നത് കൊണ്ടാണ്. അവൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം മറ്റായിരം ദിവസത്തേക്കാൾ ഉത്തമമാണെങ്കിൽ കുറച്ച് മിനിറ്റുകൾ ഇരുന്നപ്പോൾ മരുഭൂമിക്കകത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? ഓ എന്നാ ബ്യൂട്ടിഫുൾ വേടാത്. മരുഭൂമിയിലെ 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് എൻ്റെ കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറയുക, ഈ ജനം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നെന്ന്.
മരുഭൂമിക്കകത്തിരിക്കുന്നതെന്നല്ല, ഈ ജനം 3 നാളായി എന്നോടുകൂടെ താമസിക്കുവാന്ന് അവരുടെ യോഗം കണ്ടക്ട് ചെയ്തത് മരുഭൂമിയില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, ജസ്റ്റ് 3 ദിവസം ഇരുന്നവൻ്റെ വിശപ്പെൻ്റെ തമ്പുരാൻ മനസ്സിലാക്കിയെങ്കിൽ 21 ദിവസങ്ങൾ അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന നിന്നെ നോക്കി ദൈവം പറയുക, നീ ചർച്ചിനകത്തല്ല, നീ സഭയുടെ ഹോളിനകത്തല്ല, നീ അവൻ്റെ പാദപീഠത്തിനകത്തായി ഇരിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായി. ആ വാഴിയുടെ മറവിനകത്തിരിക്കുമ്പോൾ ഒറ്റ വാക്ക് എൻ്റെ അമ്മ പറഞ്ഞു, ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, കൈകാലികൾ ചലിപ്പിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, കണ്ണുകൾ കൊണ്ട് നോക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഞാൻ വിളിച്ചപേക്ഷിച്ച ദൈവങ്ങളൊന്നും അനക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നെ ഈ വാഴിയുടെ ചുവട്ടിലും കാണാൻ കഴിവുള്ള 2 കണ്ണുകളുണ്ടെങ്കിൽ എനിക്കൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, നീ എൻ്റെ തലമുറയെ മാനിച്ചില്ലേലും സാരമില്ല, എൻ്റെ വീടിൻ്റെ ശാപത്തെ പൊട്ടിച്ചില്ലേലും സാരമില്ല, എൻ്റെ രോഗത്തെ മാറ്റിയില്ലേലും സാരമില്ല. ഒറ്റ കാര്യം എനിക്കറിയണം, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഈ വാടിയുടെ മറവിൽ ഞാൻ ഇരിക്കുന്നത് കാണാൻ കഴിയുന്ന 2 കണ്ണുകൾ സ്വർഗത്തിലുണ്ട്. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാവോ? എനിക്കിന്ന് രാവിലെ നിന്നെ ഒന്ന് കാണണം. ആമേൻ. യേശുവിനെ ഒന്ന് കാണണം. ഒറ്റ വാക്കിലെ പ്രാർത്ഥന. എൻ്റെ പൊന്നുപ്രിയവരെ, താനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാധവ സാക്ഷ്യത്തിൽ പറയുന്ന അടുത്ത വാക്കിങ്ങനെയാ, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരുവനെ കാണുകാടാ, തേജസ്സൊക്കെ വാരി ചുറ്റി മഹത്വത്തിന്റെ മേഘത്തിലേക്ക് ഒരുവൻ ഇറങ്ങി വരുന്നു. കണ്ടാൽ മനുഷ്യനെ പോലെ രൂപമാ, പക്ഷെ ഇറങ്ങി വന്നതിന് മേഘത്തിന്റെ നടുവില. ഇന്ന് രാവിലെ ഞാൻ ആവർത്തിച്ചു പറയാം, നാം ആരാധിക്കുന്നത് ഒരു അമ്മൂമ്മ കഥയുടെ ദൈവത്തെയല്ല, ഒരു കുട്ടിക്കഥയുടെ ദൈവത്തെയല്ല. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ഒരു ഇതിഹാസ പുരുഷനെയുമല്ല, അവൻ ഒരു ചരിത്ര പുരുഷനാമേ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ആത്മാവിലെന്ന് പറഞ്ഞ് ഞാൻ ആരാധിക്കുന്ന ഒരു ചരിത്ര പുരുഷനെയാമേ. യേശുവിന്റെ നാമത്തിൽ അവന്റെ പേരാണ് അത്ഭുതങ്ങളുടെ മന്ത്രി എന്ന് പറയുന്നത്. എന്റെ ദൈവം വീരനാ ദൈവമാ, അവൻ നിത്യപിതാവാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, അവൻ അൽഫയാണ്, ഒമേഗയാണ്, ആദ്യനാണ്, അന്ത്യനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപനാണ്, തത്വത്തിന്റെ മുദ്രയാണ്, സകല പിതാക്കന്മാർക്കും ആദ്യ ജാതനാണ്, ഇശായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയാണ്, ദാവീദ് ഗോത്രത്തിന്റെ സിംഹമാണ്, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ് അവൻ. അത് തുറന്നാൽ അത് അടയ്ക്കാൻ ശക്തിയുള്ള ലോകത്തിലെ ഒരു നേതാവുമില്ല. അവൻ അടച്ചാൽ അത് തുറക്കാൻ കഴിവുള്ളവൻ ഒരുവനുമില്ല. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞ്, എന്റെ യേശു ഇന്ന് പകലും ഈ യോഗ സ്ഥലത്തിനകത്ത് വന്നിട്ടുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാകിയ നിന്റെ പ്രാണപ്രിയനാർ അവൾ പറയുന്നു, എന്റെ പ്രാണപ്രിയനോ അവൻ 10,000 അതിസുന്ദരനത്രേ, അവൻ ഷാരോനിലെ പനിനീർ പുഷ്പമത്രേ. യേശു നമ്മുടെ നടുവിൽ ഉള്ളതിനെ ഓർത്ത് കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. 3-3.5 വർഷത്തിന് ശേഷം ഒരു മടങ്ങി വരവായിരുന്നു. സത്യത്തിൽ വന്നതല്ല, ഏത് നാട്ടുകാരാണോ ഇറക്കി വിട്ടത് അവർ തിരിച്ചു വിളിച്ചതാ. സ്തോത്രം. ആ സാക്ഷിയൊക്കെ പറയുന്ന ഒത്തിരി സമയം പോകും. സ്തോത്രം. അത് ഇനിയൊരു അവസരത്തിൽ പറയാം. സ്തോത്രം. ഇനി എന്നെ വിളിക്കുക വെച്ചാൽ ഓക്കെ. സ്തോത്രം. മറ്റൊരവസരത്തിലാണ്. സ്തോത്രം. തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നു. സ്തോത്രം. എൻ്റെ അപ്പൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്, വീടിൻ്റെ പണി ആരംഭിച്ചു. സ്തോത്രം. നാട്ടുകാരെല്ലാം വന്നിട്ട് ചോദിച്ചു, സാറേ വീണ്ടും ശാപം തിരിച്ചു വരുത്താൻ വന്നതാണോ? അപ്പോൾ പറഞ്ഞു, മക്കളെ പണ്ട് പണിതപ്പോൾ കൂടെ ഒരാളില്ലായിരുന്നടാ, ഇപ്പം കൂടെ ഒരാളുണ്ട്. സ്തോത്രം. അപ്പോൾ അവർ ചോദിച്ചു, ഏത് എഞ്ചിനീയറിനാണ് സാറ് കൊട്ടേഷൻ കൊടുത്തേക്കുന്നത്? എൻ്റെ അപ്പം പറഞ്ഞു, എല്ലാ പ്രപഞ്ചം ഉണ്ടാക്കിയൊരു എഞ്ചിനീയറുണ്ട്, പുള്ളിക്ക് കൊട്ടേഷൻ കൊടുത്തേക്കുക. സ്തോത്രം. ഇന്ന് നിങ്ങൾ കൊട്ടാരക്കരയിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ വെൽക്കം യു ആൾ, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓടനാവട്ടം പരിത്തര വന്നിട്ട് അർജുന സാറിൻ്റെ വീടെന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞത്, സാർ അർജുൻകുട്ടിയുടെ വീടെന്നല്ല, അർജുൻകുട്ടിയുടെ ദൈവം അവരെ മാനിച്ചു. സ്തോത്രം. കാരണം ഇന്നും ഇല്ല, ഒരു വാക്ക് പോലും കൂട്ടി പറയാൻ എനിക്ക് പറ്റത്തില്ല. വേദപുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇന്നും ഞങ്ങളുടെ നാട്ടിനകത്ത് ഒരു തലമുറയ്ക്ക് ഒരു വാതിൽ തുറന്നാൽ അവൻ ഏത് ജാതിയിലുള്ളവനാണെങ്കിലും അവൻ്റെ അപ്പനും അമ്മയും ഉന്തിത്തള്ളി ഞങ്ങളുടെ വീട്ടിലോട്ട് വിടും. എന്താ കാര്യം എന്നറിയാമോ? അവിടെ പോയി പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നീ പോയാൽ മതി. സ്തോത്രം. അതെന്നാ മോനെ, വിസ കിട്ടിയില്ലേ? വിസ കിട്ടി. അതെന്നാ പാസ്പോർട്ട് എല്ലാം ഓക്കെയാ, എല്ലാം ഓക്കെയാ, എമിഗ്രേഷൻ എല്ലാം ഓക്കെയാ. സ്തോത്രം. പക്ഷേ ഇന്ന് അവരുടെ അകത്തൊരു ഉറപ്പുണ്ട്, അവരുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എവിടെയാണോ നിന്റെ പണി നടക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് എത്ര തന്ത്രമൊരുക്കിയാലും ഇന്ന് ഞങ്ങളുടെ നാട്ടിനകത്ത് ആ ശാപം പിടിച്ച വരത്തുപോക്കുള്ള മണ്ണിനകത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു ഭവനം പരിശുദ്ധി ആത്മാവ് ഞങ്ങൾക്ക് നൽകി. സ്തോത്രം. ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? മനോഹരമായ കുറേ റൂമുകൾ ഇറക്കി. റൂം ഇറക്കി എന്ന് പറയാൻ എന്നാ ഭാഷ സന്തോഷം? റൂം ഇറക്കി എന്ന് പറയാൻ സന്തോഷമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഞാൻ അപ്പനോട് അപ്പം ഇത് ആഡംബരം, ഇത്ര റൂമൊന്നും വേണ്ട പറഞ്ഞേടാ, ഇത് നമുക്കുള്ളതല്ല. നമ്മുടെ വീട്ടിൽ ഒരു പാസ്റ്ററും കൂടും എപ്പം വന്നാലും. ഒരു കാര്യം എൻ്റെ അപ്പം മറന്നില്ല, വീടിൻ്റെ ടോപ്പിൽ 10-60 പേർക്ക് ഇരിക്കാതെ ഒരു പ്രാർത്ഥനാ ടവർ കൂടെ അങ്ങ് പണിതു. സ്തോത്രം. ഏത് ജാതി നിന്നിച്ചോ അവരിന്ന് പ്രാർത്ഥനകൾക്ക് അതേ ഹോളിനകത്ത് വരാറുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, പണി തടസ്സപ്പെടുത്താൻ എത്ര ശക്തി നോക്കുകുത്തിയായവ നിൽക്കുമ്പോൾ തന്നെ ഡേറ്റ് പറഞ്ഞ് എൻ്റെ ദൈവം പണികളെ പൂർത്തീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം കരം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ.
ഇനിയാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ തീം കിടക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റ് എന്നെ കേൾക്കണം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് യോഗം വൈൻഡപ്പ് ചെയ്യും. സ്തോത്രം. ഈ പുസ്തകത്തിൻ്റെ വിഷയം എന്നായിരുന്നു? പോയോ? പണി നടന്നോ? എവിടെ? 6:15 പണി പൂർത്തീകരിച്ചോ? എങ്ങനെ? ഡേറ്റ് എത്ര ശക്തി നോക്കി നിൽക്കേ? 4 തന്ത്രങ്ങൾ നോക്കി നിൽക്കേ. പണി ദൈവം പൂർത്തീകരിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിൻ്റെ ക്ലൈമാക്സ് ആയില്ലേ? ഇനി അധ്യായം വേണോ? ഉണ്ടോന്നല്ല ചോദിക്കുന്നത്, ഉണ്ട്, അതല്ല ചോദിക്കുന്നത്. വേണ്ട. പക്ഷെ പിന്നെയും തമ്പുരാൻ എഴുതിയൊരു 4 അധ്യായം. അതെന്തിനാ കർത്താവേ? വാഗ്ദത്തമായിരുന്നല്ലോ ഞങ്ങളുടെ വിഷയം. അതിനാണല്ലോ ഞങ്ങൾ മെനക്കെട്ട് വണ്ടിക്കൂലി മുടക്കി വന്നേ. വാഗ്ദത്തം നടന്നല്ലോ. ഇനിയൊരു പ്രാർത്ഥനയുടെ ആവശ്യം. ഫുൾഫിൽമെൻറ്റ് നടന്നല്ലോ. പ്രോജക്റ്റ് തീർന്നല്ലോ. ഇനിയൊരു പ്രാർത്ഥനയുടെ ആവശ്യം, ഇനിയൊരു ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യം. ഇല്ലെന്ന് തോന്നിയ ചിലതാ പെന്തക്കോസിൽ നിന്ന് മാറിപ്പോയി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കൊച്ചിൻ്റെ അഡ്മിഷൻ ആയിരുന്നു അവർക്ക് പ്രശ്നം. കൊച്ചിൻ്റെ അഡ്മിഷൻ നാളെ മുതൽ പ്രാർത്ഥനയ്ക്കോ ആൻറ്റി ഇല്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. രോഗശാന്തി ആയിരുന്നു വിഷയം. രോഗശാന്തി ഇന്നലെ കിട്ടി, ഇന്ന് ആൻറ്റി പ്രാർത്ഥനയ്ക്ക്. അവരെല്ലാം വിഷയം വാഗ്ദത്തം പൂർത്തീകരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ വിഷയം വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതല്ല. അടുത്ത വാക്ക് അടിവരയിട്ട് കേൾക്കണം. വാഗ്ദത്തം പ്രാപിച്ച നിന്നെ അങ്ങ് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ആവർത്തിക്കട്ടെ, രോഗശാന്തി അല്ല എൻ്റെ ദൈവത്തിൻ്റെ വിഷയം. രോഗശാന്തി പ്രാപിച്ച നീ നിത്യതയുടെ തുറമുഖത്തെത്തിക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് പകൽ ആവർത്തിച്ചു പറ, പ്രോജക്റ്റ് എൻ്റെ ദൈവം തീർക്കും, പക്ഷെ വാഗ്ദത്തം തീർക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. സൂചിപ്പിച്ച ഒറ്റ ചോദ്യം, അഭിമന്യു പാസ്റ്റർ പ്രസംഗമാണോ ദൈവത്തിന് ഇഷ്ടം? പ്രസംഗിക്കുന്നത് തന്നെയാണോ? സ്തോത്രം. സുജിത്ത് അച്ചാൻ്റെ വാർഷിപ്പാണോ ദൈവത്തിന് ഇഷ്ടം? വാർഷിപ്പ് ചെയ്യുന്ന അച്ചാച്ചനാണോ? അദ്ദേഹത്തിൻ്റെ കീബോർഡ് വായനയാണോ ദൈവത്തിന് ഇഷ്ടം? കീബോർഡ് വായിക്കുന്ന പുള്ളിയാണോ? ഇനി ചോദ്യം, നമ്മുടെ സ്വോത്രമാണോ ദൈവത്തിന് ഇഷ്ടം? സ്വോത്രം പറയുന്നത് നമ്മളെയാണോ? നമ്മുടെ കൈയടിയാണോ ദൈവത്തിന് ഇഷ്ടം? കൈയടിക്കുന്നത് നമ്മളെയാണോ? അപ്പം ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ അങ്ങ് നിത്യതയിൽ കൊണ്ടെത്തിക്കണം. സ്തോത്രം. പ്രശ്നം എന്നാണെന്നറിയാവോ? ഇവർ വാഗ്ദത്തം കണ്ടു, 4 തടസ്സങ്ങളെ പൊട്ടിച്ചു. അടുത്ത വാക്കൊന്ന് ചെവി തുറന്ന് കേൾക്കാവോ? വാഗ്ദത്തം പ്രാപിച്ച ജനം ഇടകലർന്നു പോയി. എവിടെ? ജാതികളോട്. ഏതാ വാക്യം? അവിടെ നമ്മുടെ കുറിവാക്യം 9-ന്റെ 1-ാമത്തെ വാക്യം. അതിനുശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് ഒരുമിച്ച് അടുത്ത വാക്ക് അവരുടെ പുത്രിമാരെ അടുത്ത പദം അടിവരയണം. വിശുദ്ധ സന്തതി. പേരെന്നാ? അത് കഴിഞ്ഞു. അടുത്തത് പേരെന്നാ? വിശുദ്ധ സന്തതി. പേരെന്നാ? ആ വിശുദ്ധ സന്തതി ഉള്ള ഇനി പേരെന്നാ? പോയി, അത്രയും കിട്ടത്തില്ല. വിശുദ്ധ സന്തതി. ഇനി ഞാൻ ക്ലൂ തരാം. വിശുദ്ധ സന്തതി പേരെന്നാ? വാഗ്ദത്ത സന്തതി. ഇനി പേരെന്നാ? പെന്തക്കോസുകാരൻ. പേരെന്നാ? ദൈവമക്കൾ. പിന്നെ പേരെന്താ? വിശ്വാസി. പേരെന്നാ? രക്ഷിക്കപ്പെട്ടവൻ. പിന്നെ പേരെന്നാ? പ്രാർത്ഥനക്കാരൻ. പിന്നെ പേരെന്നാ? ക്രിസ്ത്യാനി. എന്നാ ഇപ്പം എന്തിയേ? ദേശനിവാസികളോട്. അച്ഛാ, ആ വാക്കിന് മൂലഭാഷ കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണെന്നോ? പഞ്ചസാര, തേയില, അടുത്ത പാല്, വെള്ളം മിക്സ് ചെയ്തപ്പോൾ എന്ത് വന്നേ? പഞ്ചസാര ഒന്ന് വേർതിരിച്ച് കാണിക്കാമോ ആൻറ്റി? ആ വെള്ളത്തെ ഒന്ന് മാറ്റി നിർത്തി കാണിക്കാമോ? മിക്സ് ചെയ്തു, ചായയായി. ഇനി ആ ചായ വെള്ളത്തെ മാത്രം ഒന്ന് മാറ്റി കാണിക്കാമോ? ആ വാക്ക് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? മിക്സായിപ്പോയി. വിശുദ്ധ സന്തതി എന്തിനോട് മിക്സായിപ്പോയി? ദേശനിവാസികളോട്. വിശുദ്ധ സന്തതി ജാതികളോട് ഇടകലർന്നു. സകല ദുരാത്മമണ്ഡലവും കൈയടിച്ചിട്ട് പറഞ്ഞു, ഇല്ലടാ, ഇനി നിനക്കൊരു മടങ്ങി വരവില്ല. നിന്റെ പണിയെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു എൻ്റെ തന്ത്രം. നീ പണി പൂർത്തീകരിച്ചു കാണും, പക്ഷെ പണി ചെയ്ത നിന്നെ ഞാൻ പിടിച്ചു. ഇനി നിനക്ക് നന്മ കാണാൻ കഴിയില്ല. നീ വാഗ്ദത്തം നടത്തിക്കോ, നീ രോഗശാന്തി പ്രാപിച്ചോ, നീ അത്ഭുതം കണ്ടോ, തലമുറകളെല്ലാം വിദേശത്ത് കയറ്റി വിട്ടോ. സകല യൂറോപ്പിലും നമ്മുടെ മക്കളെത്തട്ടെ. പക്ഷേ മക്കൾ യൂറോപ്പിലെത്തിയാലും ആ മക്കളെ ഞാൻ എൻ്റെ കയ്യിലെ കളിപ്പാവയാക്കി മാറ്റുമെന്ന് പറയുന്ന പിശാചിൻ്റെ ഒടുവിലത്തെ സ്വാധീനം. സ്തോത്രം. അവരെ മിക്സാക്കി കളഞ്ഞു. തമ്പുരാൻ അന്നും ഇന്നും വെറുപ്പുള്ളൊരു കാര്യമാണ് ജാതികളോട് ചേരുന്ന സിസ്റ്റം. തമ്പുരാൻ അന്നും ഇഷ്ടമല്ല. യസ്രായുടെ കാലഘട്ടത്തിൽ ദൈവം നിരോധിച്ച കാലമാണ് ജാതികളുമായിട്ടുള്ള വിവാഹബന്ധം. സ്തോത്രം. തമ്പുരാൻ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ സത്യത്തിൽ 2 അടുത്ത പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ. അന്നേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എല്ലാ വീട്ടിലും പോയി ഉണക്ക പപ്സ് തീറ്റിപ്പിക്കാതെ ദൈവഹിതമുള്ള എൻ്റെ വീട്ടിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിടാവുള്ളൂ. സ്തോത്രം. ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചേച്ചിയായി, അന്നും ഇന്നും എൻ്റെ സഹോദരി പറയുന്ന ദൂത എൻ്റെ ലൈഫിൽ നടക്കുന്നതല്ല. സ്തോത്രം. അങ്ങനെ ഒരു സഹോദരി ദൈവം എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. സ്തോത്രം. എൻ്റെ ചേച്ചി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിടാ, പ്രാർത്ഥിച്ചിട്ട് ദൂത് നിയോഗം ഉണ്ടെങ്കിൽ പറയണം. സ്തോത്രം. അവൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു,
പരിശുദ്ധാത്മാവിനോട് 4 കാര്യങ്ങൾ പറയും നിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട്. 1, നിനക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് ലെറ്റർ എസ്സിലാണ് തുടങ്ങുന്നത്. സ്തോത്രം. 2, അവൾ വീട്ടിലൊരു ഇളയ കൊച്ചായിരിക്കും. 3, ആമേൻ, അവരൊരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായിരിക്കും. 4, ആമേൻ, സ്തോത്രം. അതെ, 4, അവൾക്ക് 5 ഭാഷ അറിയാമായിരിക്കും. ഈ 4 ദൂതുകൾ അവളെന്നോട് പറയുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, കൈ നിന്നിട്ട് പറയുകയാണോ ദൈവം പറയുകയാണോ? അവൾ പറഞ്ഞു, കൈ നിന്നിട്ടല്ല ദൈവം പറയുക. സ്തോത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങൾ മനസ്സിനകത്തുണ്ടാകുന്ന സ്ട്രഗ്ലിങ് ഭയങ്കരമാണ്. ഇന്ന് എൻ്റെ വൈഫിൻ്റെ പേര് ഷൈനി എന്ന. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. 3 മക്കളാണ്. ഏറ്റവും ഇളയ കൊച്ച. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. മലപ്പുറം മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് പാലക്കാട് ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു അപ്പൻ്റെ മോള. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. സംസാരിക്കുന്ന ഭാഷ തൻ്റെ മാതൃഭാഷ തമിഴാണ്. തമിഴ്നാട്ടിലാണ് ജനിച്ചെന്ന് വളർന്നു. പക്ഷേ മലയാളി ഗുണം. അതുകൊണ്ട് മലയാളം തമിഴ് നന്നായിട്ട് അറിയാം. സ്തോത്രം. പഠിത്തമുള്ള കൊച്ച. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. PE ആണ്, ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. സ്തോത്രം. ഇംഗ്ലീഷ് സംസാരിക്കും. കൂട്ടത്തിൽ ഈ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ രോഗികളുമായിട്ടൊക്കെ സംസാരിച്ചിടപെട്ട് ഹിന്ദിയും ബംഗാളിയും പഠിച്ചു. സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ 5 ഭാഷ അറിയാം. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ബംഗാളി. ഇനി അവളെ ഭർത്താവായ എനിക്കുണ്ടല്ലോ, എനിക്ക് മലയാളം അന്യഭാഷയല്ലാതെ ഇന്നും വേറൊന്നും അറിയില്ല. സ്തോത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇച്ചിരി വെയിറ്റ് ചെയ്യാമെങ്കിൽ തമ്പുരാൻ തരുന്ന ബന്ധം ശ്രേഷ്ഠമായിരിക്കും. സ്തോത്രം. ഇവിടുത്തെ പ്രശ്നം ജാതികളോട് അവർ മിക്സായി, അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. തമ്പുരാൻ ഇഷ്ടമല്ല. അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. സ്തോത്രം. പണം നോക്കി, ആൾബലം നോക്കി, കുടുംബം നോക്കി കണക്റ്റാകാൻ പോകല്. അല്പനേരം പ്രാർത്ഥിച്ചേച്ചും പോകണം. സ്തോത്രം. ഇച്ചിരി വെയിറ്റ് ചെയ്തിരുന്നാലും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഒരുവൾ കയറി വന്നാൽ അത് കുടുംബത്തിനകത്ത് എന്നും ഒരു സന്തോഷമാണ്. സ്തോത്രം. മിക്സായി പോയി. ഈ മിക്സായതിൻ്റെ നടുവിൽ ഈ വർത്തമാനം ആര് കേട്ടു? യസ്ര. അതാണ് നമ്മുടെ കുറിവാക്യം. ഏത് വർത്തമാനം എന്ന് ഇപ്പോൾ മനസ്സിലായോ? വാക്തത്വം കണ്ട ജനം മിക്സായി പോയി എന്നുള്ള വർത്തമാനം ആര് കേട്ടു? യസ്ര. ഈ കേട്ടപ്പോൾ ഒറ്റ കാര്യം ചെയ്തു. ആ മനുഷ്യൻ ഈ വർത്തമാനം കേട്ടപ്പോൾ തൻ്റെ തലയിലും താടിയിലുമുള്ള രോമമെല്ലാം വലിച്ചു പറിച്ചു, സ്തംഭിച്ചു കുത്തിയിരുന്നു. അവിടെ നമ്മുടെ വാക്യം. ഒന്നുകൂടെ ഒന്ന് വരാവോ? ആ കണ്ണാടിയിട്ട് ബ്രദർ, ലാസ്റ്റ് വാക്ക് ഓടിവാ. സ്തോത്രം. കാണിക്കാൻ പറ്റുന്നത് ഇച്ചിയും കൂടെ കൊച്ചു പിള്ളേരെ വൈകിട്ടൊന്ന് കൊണ്ടുവരണേ. ഇവരെയൊക്കെ വിളിക്കുന്നത് ഓക്കെ അവിടെ ഒരെണ്ണമുണ്ട്, പക്ഷേ അത് പടം വരച്ചുകൊണ്ടിരിക്കുക. വാ, കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എക്സ്ട്രീംലി സോറി കേട്ടോ. ഇച്ചിരി വലിയ ആളാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ദാറ്റ്സ് ഓക്കെ. സ്തോത്രം. മകളെ, ഇസ്രായേലിന്റെ 1ാമത്തെ പ്രതികരണം ഇത്രയേ ഉള്ളൂ. ഈ വർത്തമാനം കേട്ടു. ഏത് വർത്തമാനം? മിക്സായി പോയി എന്നുള്ള വർത്തമാനം കേട്ടപ്പോൾ യസ്ര ഒറ്റ കാര്യം ചെയ്തു. 1ാമത്തെ പ്രതികരണം നടത്തി. ആ പ്രതികരണമാണ് തൻ്റെ തലയിലും താടിയിലുമുള്ള രോമമെല്ലാം വലിച്ചു പറിച്ചു, സ്തംഭിച്ച് കുത്തിയിരുന്നു. ഒന്നും വലിച്ചു പറിക്കണ്ട, സ്തംഭിച്ച് കുത്തിയിരുന്ന് വെച്ച് കാണിച്ചു പോക്കോ. അത് മുട്ടുകുത്തിയ ഒരു വല്ലാത്ത മലയാളം വാക്കല്ലേ. സ്തംഭിച്ച് കുത്തിയിരുന്നു. ഹെൽപ്പ് ചെയ്യാം. ഇരിക്കേ അങ്ങ് ഇരുന്നു. നോർമലി ഇരുന്നു. മുട്ടൊന്നും കുത്തണ്ട, അങ്ങ് ഇരുന്നു. ഇരുന്നു. കാലിൻ്റെ മുട്ടൊന്ന് മടക്കി തരാവോ? ഇങ്ങനെ മടക്കാവോ? ഈ കൈ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെക്കാവോ? ഇത്ര ബലം പിടിക്കാതെ. കുനിഞ്ഞിരുന്നു. എനിക്കൊന്ന് ഇത് പിന്നെ സ്റ്റാൻഡേർഡാണ്. ഇങ്ങനെയല്ല, സ്തംഭിച്ച് ഒരു സ്റ്റാൻഡേർഡ് വാക്കല്ല. 1ാമത്തെ പ്രതികരണം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഏത് വാക്തത്വം കിട്ടിയ ജനം, പണി നടന്ന ജനം, പണിയെ തടസ്സപ്പെടുത്തിയതിനെ ശക്തീകരണത്തെ വെട്ടിയ ജനം, ആ ജനം ഇപ്പോൾ ജാതികളോട് ഇടകലർന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ പുള്ളിക്ക് ഷോക്കായിപ്പോയി. പുള്ളി സ്തംഭിച്ച് കുത്തിയിരുന്നു. എൻ്റെ ചോദ്യം, അവസാന വാക്കുകളിൽ പ്രധാനപ്പെട്ട വാക്ക്, ഇങ്ങനെ എത്ര നേരം ഇരിക്കും? ഈ വിഷയത്തിൽ ഒരു അത്ഭുതം വേണ്ടേ? പഞ്ചസാര, തേയില, വെള്ളം മിക്സായതിനെ ഒന്ന് വേർതിരിക്കണ്ടേ? മനുഷ്യൻ പറയും നടക്കില്ല. അതെങ്ങനെ നടക്കും പാസ്റ്റർ? മിക്സായതല്ലേ. ഈ പകൽ 5ാം പകൽ കർത്താവ് പറയുന്നു, വേർതിരിക്കേണ്ടതിനെ എൻ്റെ ദൈവം വേർതിരിക്കും. ഒറ്റ കാര്യം, ഒരു യസ്ര പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകലും ചിലതിനെ പുറത്ത് കൊണ്ടുവരാൻ. പക്ഷെ തൻ്റെ 1ാമത്തെ പ്രതികരണം ശ്രദ്ധേയം. ആൻറ്റി ഒറ്റ സെക്കൻഡ്. തൻ്റെ 1ാമത്തെ പ്രതികരണം സാൻ ഇങ്ങനെ സ്തംഭിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന, പലപ്പോഴും ഉണ്ടാകുന്ന ആദ്യത്തെ പ്രതികരണം, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ റൂമിൽ കയറും, കഥടയ്ക്കും. ചിലപ്പോൾ ചിലർ ഈ DPയും ബ്ലോക്ക് ആക്കും. വാട്സാപ്പ് DP ഒക്കെ അങ്ങ് എടുത്ത് കളഞ്ഞൊരു സ്റ്റാറ്റസും കൂടെ ഇടും കരയുന്നതിൻ്റെ. സ്തോത്രം. അത് ആ വിഷയത്തിനോട് 1ാമത്തെ പ്രതികരണം. ഓപ്പോസിറ്റ് വരുന്നവൻ ഡിമ്മടിച്ച് കാണിച്ചില്ല. 1ാമത്തെ പ്രതികരണം പെരുവരലേന്ന് അരച്ച് കയറും. സ്തോത്രം. ഫസ്റ്റ് എല്ലാവരുടെയും പ്രതികരണം അങ്ങനെ. ആദ്യത്തെ പ്രതികരണം അത്. സ്തോത്രം. അത് മാനുഷികം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മാനുഷികം. എൻ്റെ ചോദ്യം, മാനുഷിക പ്രതികരണത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമോ? ഇല്ല. അപ്പോൾ എന്നാ ചെയ്യണം? അടുത്ത വാക്യം, 5ാം വാക്യം. സന്ധ്യായാഗത്തിൻ്റെ സമയമായപ്പോൾ താൻ അവിടുന്ന് എഴുന്നേറ്റു. ഇങ്ങനെ ഇരുന്നാൽ അത്ഭുതം കാണത്തില്ലെന്ന് മനസ്സിലായി യസ്ര ഈ വർത്തമാനത്തിൽ നിന്ന് എഴുന്നേറ്റു. അടുത്ത വാക്ക്, തൻ്റെ ആത്മതപനം. ഞാൻ പ്രസംഗത്തിൻ്റെ തുടക്കം പറഞ്ഞു, ആത്മതപനം എന്നുള്ള വാക്ക് ഞാൻ തിരുത്തി പറയാം. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ സ്തോത്രം. നല്ല ഗ്രൂപ്പിനോടാണ് ഞാൻ പറഞ്ഞത്. ആത്മതപനം എന്നുള്ള വാക്ക് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
അതെ, അതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിൽ കിടക്കുന്ന വാക്ക് ഹെവിനസ്. ഹെവിനസ് എന്ന് പറഞ്ഞാൽ ആത്മതപനം എന്ന് പറഞ്ഞാൽ ആത്മീയ ഭാഷയാണ്. പക്ഷെ ഹെവിനസ് അതൊരു സെക്യുലർ വാക്കാണ്. അതിൻ്റെ അർത്ഥം ഭാരം. എന്നാ? ഭാരം ഇറക്കി വെച്ചു. വിഷയത്തിന് വേണ്ടി മുട്ടുകുത്താൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ഭാരം ഇറക്കി വെക്കണം. ഭാരം വെച്ചുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഭാരം വെച്ചുകൊണ്ട് നിനക്ക് വാക്തത്വങ്ങളെ കാണാൻ പറ്റത്തില്ല. ഭാരം ഉള്ളത് കൊണ്ടാണ് മുട്ടുകുത്തിയ. പക്ഷെ പ്രാർത്ഥിക്കാൻ യേശു നീയും തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ എല്ലാ ഭാരവും താത്തു വെച്ചോണം. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞേ, നിന്റെ സകല ഭാരവും. ഭാരം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണോ യേശു പറഞ്ഞേ? അതെല്ലാം താത്തു വെച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാമെങ്കിൽ ഈ വിഷയത്തിനകത്തൊരു അത്ഭുതം നടക്കും. പലപ്പോഴും നീ നെഞ്ചത്തടിച്ചുകൊണ്ടാ, നീ കരഞ്ഞുകൊണ്ട്, നിന്റെ മനസ്സിന്റെ സങ്കടം നിമിത്തമാണ് നീ പ്രാർത്ഥിക്കുന്ന. പ്രാർത്ഥന അങ്ങനല്ല സിസ്റ്ററെ. പ്രാർത്ഥന അപ്പന്റെ കണ്ണുകളിലേക്ക് നോക്കിയാ പ്രാർത്ഥിക്കണ്ടേ. ഒരു വാക്ക് കേൾക്കണോ? തബീത മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നു. അച്ഛാ, ഒറ്റ വാക്ക്, മുട്ടുകുത്തി 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 പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം, തിരിഞ്ഞു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീതായേ. അപ്പൊ പ്രാർത്ഥിച്ചത് എന്തോത്തിന് നോക്കിയാ? വിഷയത്തെ നോക്കിയാണോ? ഒന്നുകൂടെ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു. അപ്പൊ തിരിയുന്നതിന് മുമ്പേ പ്രാർത്ഥന സ്വർഗത്തിലെ അപ്പന്റെ കണ്ണുകളിലേക്ക് നോക്കിയാ പ്രാർത്ഥിക്കണ്ടേ. അവിടുന്ന് ആർജവം ഏറ്റെടുത്താൽ വിഷയത്തെ നോക്കി നീ നെഞ്ചത്തടിക്കത്തില്ല, കരയത്തില്ല. വിഷയത്തെ നോക്കി നീ കൽപ്പിക്കാൻ ആരംഭിക്കും. തബീതായേ, എഴുന്നേറ്റു വരിക. സ്തോത്രം. ഇന്ന് പകലും ഞാൻ ആത്മാവിൽ ആ വാക്കിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഈ ഭാരം നീ താത്തുവെച്ചും നിനക്ക് അടുത്തൊരു റലം വേണം. മുട്ടുകുത്തി അവൻ തൻ്റെ കൈകൾ മലർത്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിൻ്റെ പേര് ആത്മീയ ഭാഷയുടെ പ്രാർത്ഥന. ആദ്യം ഉണ്ടായത് മാനുഷിക പ്രതികരണം. ആ ഹെവിനസ് മുഖാന്തരം നീ ഇരുന്നു പോയതാ, സ്തംഭിച്ചിരുന്നതാ. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ അടിവരയിട്ട് പറയാം, ആ ഭാരം ഇറക്കി വെച്ച് ഈ വിഷയത്തിനകത്ത് വേർതിരിവിന്റെ മഹത്വം നടക്കണമെങ്കിൽ ആമൻ അപ്പുറേ നീ പോയി ഒന്ന് മുട്ടുകുത്തി കൈകൾ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ ഈ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് എല്ലാം ആദ്യം ഉണ്ടാകുന്നത് മാനുഷിക പ്രതികരണമാണ്. ആരോടോ ഞാൻ പരിശുദ്ധാത്മാവിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചു പറയാം, മാനുഷിക പ്രതികരണം നിന്നെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. ആ പ്രതികരണം നീ താത്തുവെച്ച് ഈ പകൽക്കാലം മുതൽ ഒരു ആത്മീയ ഭാഷയിൽ പ്രതികരിക്കാമെങ്കിൽ മിക്സായി പോയതിനെ എൻ്റെ ദൈവം വേർതിരിക്കാൻ സർവശക്തനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ആൻറ്റി, ഒറ്റ ചോദ്യം, ലാസ്റ്റ് വാക്ക്, ഒറ്റ ചോദ്യം. ഹന്നയ്ക്ക് ഒരു വിഷയമുണ്ട്. ഹന്നയുടെ വിഷയം എന്നാ ആൻറ്റി? ആര് പറഞ്ഞു? ഓ അല്ലെന്നേ, സ്തോത്രം. അതുമല്ല, ആ വെനീനയൊക്കെയാ വിഷയം. പക്ഷേ എൻ്റെ ഒരു ഭാഷ ഞാൻ പറയാം, തൻ്റെ വിഷയം ആത്മീയ. ആൻറ്റി, കൊച്ചുങ്ങളില്ലാത്തതാ വിഷയമെങ്കിൽ കിട്ടിയ കൊച്ചിനെ ദൈവത്തിൻ്റെ സന്നിധാനം സമർപ്പിക്കുമോ? ഇനി എൻ്റെ ചോദ്യം, ഈ ഹന്നയെ പെനീനെ എപ്പോഴാണ് കുത്തുന്നേ? ആലയത്തിൽ പോകുമ്പോൾ. എപ്പോഴാ? ലുലു മാളിൽ പോകുമ്പോൾ? ഇല്ല. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ? പെണ്ണിനിക്ക് അതൊന്നും പ്രശ്നമില്ല. അമ്മാമ്മ എത്ര നല്ല ഉടുപ്പിട്ടാലും എത്ര പുട്ടി അടിച്ച് തേച്ചാലും എവിടെ പോയാലും പ്രശ്നമില്ല. പക്ഷെ ബൈബിൾ അങ്ങോട്ട് എടുത്ത് ആലയത്തിൽ പോകുമ്പോൾ പെണ്ണീനയുടെ അകത്തെ സ്പിരിറ്റ് അളവ്. അപ്പം അവൾ പറയുന്ന ഒരു വാക്കാണ്, എടാ നീ പ്രാർത്ഥിക്കാൻ പോവാണോ? അതെ. എടാ നിനക്ക് പിള്ളാരില്ലല്ലോ, പിന്നെ നീ എന്നാത്തിനാ പ്രാർത്ഥിക്കാൻ പോന്നേ? നിനക്ക് രോഗശാന്തി കിട്ടിയില്ലല്ലോ, പിന്നെ നീ എന്തിനാ കൈയടിക്കാൻ പോന്നേ? അപ്പം പെനീനയുടെ വിഷയം പിള്ളാരില്ലാത്തതല്ല, ഹന്നയുടെ വിഷയം പിള്ളാരില്ലാത്തതല്ല. പക്ഷേ പിള്ളാരില്ലെന്നുള്ള കുറവ് ആത്മീയ വിഷയമായിട്ട് അവൾ കണക്ട് ചെയ്യിപ്പിക്കുക. പ്രാർത്ഥിച്ചിട്ടും എന്തില്ല? സ്തോത്രം. അപ്പോൾ ഇത് ലുലുമാളി പോകുമ്പോൾ എന്താ ആൻറ്റി പറയാത്തെ? അത് വേണ്ട, ഇവിടെ പ്രാർത്ഥനയെ മുടക്കി കളയുന്നതായി എൻ്റെ അകത്ത സ്പിരിറ്റ്. അതാണ് പെനീനയുടെ. ഇനി ആലയത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ പടിവാതിക്കൽ ആരിരിപ്പുണ്ട്? സഭയുടെ പാസ്റ്റർ ഇരിപ്പുണ്ട്. അച്ഛൻ ചോദിച്ചു, വീഞ്ഞു കുടിച്ചോ? ആൻറ്റി പറഞ്ഞു, നോ, മനോവ്യസനമുള്ള സ്ത്രീയാ. അടുത്ത വാക്ക്, അപ്പോൾ ഇവിടെ മനോവ്യസനത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പിള്ളേരില്ലാത്തതായിരിക്കുമെന്ന് ചിന്തിച്ച പാസ്റ്റർ പറഞ്ഞു, അടുത്ത ആണ്ടിൽ നീ ചോദിച്ചതിന് ദൈവം നിനക്ക്, എൻ്റെ ലോക്കൽ ഭാഷ ഇങ്ങനെ ബൈബിൾ ഞാനങ്ങ് ഭാവന കാണാം, നീ ചോദിച്ചതിന് ദൈവം നിനക്ക് എന്ന് വെച്ചാൽ മനസ്സിൽ ഇങ്ങനെ ആ പാസ്റ്റർ കണ്ടത് ഒരു ബേബിയെ കർത്താവ് എന്ത് ചെയ്യും? അപ്പം ആൻറ്റി പറയുന്ന അടുത്ത വാക്ക് ബൈബിളുണ്ട്, വേണ്ട, എനിക്ക് തൃക്കണ്ണിൽ കൃപ കിട്ടിയാൽ മതി. കൊച്ചല്ല എൻ്റെ വിഷയം, എനിക്കൊരു കൃപ വേണം. കൊച്ചല്ല എൻ്റെ വിഷയം, എനിക്ക് ആലയത്തിൽ വരണം. കൊച്ചല്ല. ഇനി ഞാൻ ആണ്ടിലൊരിക്കൽ പോകുമ്പോഴല്ലേ പിന്നീനായി നീ എന്നെ കുത്തുന്നേ? നിരന്തരം ആലയത്തിൽ നിവേദിക്കാൻ, എൻ്റെ ആത്മീയ വിഷയത്തെ മുടക്കാൻ ശ്രമിച്ച ദുരാത്മാവ് കാണ്, നിരന്തരം ആലയത്തിൽ വെക്കാൻ എനിക്കൊരു തലമുറയെ. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാനാ വന്നേ. ഈ തലമുറയിൽ എന്നുള്ള വിഷയത്തിൽ ആമൻ ഹന്ന കരഞ്ഞു. ആരുടെ മുമ്പിൽ? കേട്ടില്ല ആൻറ്റി? ആരുടെ? മൊഹാൻറ്റിയാ? നോ. ആദ്യം കരഞ്ഞത് ആരുടെ മുമ്പിലാ? പെനീനയുടെ മുമ്പിൽ. എപ്പോഴാ? കൊച്ചില്ലെന്ന് പറഞ്ഞ് കുത്തുമ്പോൾ ആ കണ്ണുനീരാണോ കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തേ? പെനീനായുടെ മുമ്പേ കരയുന്ന പ്രതികരണം മാനുഷികം. എന്നാ?
ഹൃദയത്തിന്റെ ഭാരനിമിത്തം അവൾ കരഞ്ഞു. തെറ്റൊന്നുമല്ല, അങ്ങനെ നമ്മളെല്ലാവരും കരയാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അത്ഭുതം കിട്ടണമെങ്കിൽ നീ പിന്നീട് മുമ്പേ കരഞ്ഞാൽ പോരാ. എന്നാൽ ഹന്ന രണ്ടാമത് കരഞ്ഞു. അത് ആലയത്തിൽ. ആ കണ്ണുനീരില്ല ദൈവത്തിന്റെ കരം ചലിച്ചേ. ദൈവാത്മാവി പറ, മാനുഷിക പ്രതികരണങ്ങൾ എന്നെ എങ്ങും കൊണ്ട് എത്തിക്കത്തില്ല. ആദ്യത്തെ പത്രോസിന്റെ പ്രതികരണം, ഇല്ല കർത്താവേ ഞാൻ അറുത്ത് തിന്നത്തില്ല. മാനുഷിക പ്രതികരണം, ഞാൻ അതിനെ അറുത്ത് തിന്നുകയല്ല, ഇനി എന്നെല്ലാം സംഭവിച്ചാലും ഞാൻ അതിനെ അറുത്ത് തിന്നത്തില്ല. പക്ഷേ പത്രോസിന്റെ പ്രശ്നമുണ്ട്. ഈ മാനുഷിക പ്രതികരണത്തിൽ നീ നിന്നാൽ നിനക്ക് കൊർന്നല്യോസിന്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. നീ ഒരു ആത്മീയ പ്രതികരണം നടത്ത്. അച്ചട്ടക്കൂടുകളെ മാറ്റിവെച്ച്, ആ പാരമ്പര്യത്തെ മാറ്റിവെച്ച്, ആ പൗരോഹിത്യ ശക്തികളെ മാറ്റിവെച്ച്, ആ ജാതീയ ശക്തികൾ, ആ തോട്ട് മൈൻഡ് ഇല്ലയോ, അതിനെല്ലാം മാനുഷിക ചിന്തയൊന്ന് മാറ്റിവെച്ച് നീ ആത്മാവിൽ പ്രതികരിക്ക്. ഞാനിതിനെ അറുത്ത് തിന്നോളാം. ആ സെക്കൻഡിൽ നിനക്കുള്ള വിളി താഴെ വരും. കൊർന്നല്യോസിന്റെ കൂടാരത്തിൽ ദൈവപ്രവൃത്തി ചെയ്യാൻ മാനുഷിക പ്രതികരണത്തിൽ നിന്നാ പോരാ. ഒരു ആത്മീയ പ്രതികരണത്തിനകത്തേക്ക് കയറി വരണം. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ നടത്തിയപ്പോൾ തമ്പുരാൻ ചെയ്തൊരു കാര്യം. ഇനി നിങ്ങൾ ബൈബിൾ തുറക്കണ്ട. 10-1 വാക്യം. ഇസ്രായേൽ പുരുഷന്മാർ, സ്ത്രീകൾ, പൈതങ്ങൾ, വലിയൊരു സഭ മടങ്ങി വന്നു. യസ്രായോട് കൂടെ മുട്ടുകുത്തി. രണ്ടാം വാക്യം. അത് തന്നെ. കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുചെറിയും. അത് തന്നെ കേട്ടോ. 1 വാക്യം. ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും, ഒരുമിച്ച് പറഞ്ഞേ, പുരുഷന്മാരും. ഈ ചർച്ചനകത്ത് ആരൊക്കെ മടങ്ങി വരുന്നോ ഞാൻ പറയാം. പുരുഷന്മാർ മടങ്ങി വരും. ഈ ചർച്ചിനകത്തൊരു നല്ല സഹോദരിമാരുടെ കൂട്ടം മടങ്ങി വരും. കുഞ്ഞുങ്ങൾ, പൈതങ്ങൾ ഈ സഭയിലേക്ക് തിരിച്ചു വരും. അടുത്ത വാക്ക് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടിക്കാൻ പറ്റും. ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ കഴിയാത്തൊരു ജനറേഷൻ നമ്മളിലേക്ക് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ പറയണം. ഒരൊറ്റ യസ്ര മുട്ടുകുത്താനുണ്ടെങ്കിൽ, മാനുഷിക പ്രതികരണം മാറ്റിവെച്ച് ആത്മാവിൽ ഒന്ന് മുട്ടുകുത്തി കരയാനുണ്ടെങ്കിൽ, ഇന്ന് പകൽ നഷ്ടപ്പെട്ടതിനെ എല്ലാം നിനക്ക് തിരിച്ചു പിടിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരത്തിന്റെ മഹത്വം ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ അന്യഭാഷകളിൽ സ്തോത്രം പറയാൻ കഴിയുന്നവർ ആത്മാവിൽ ശക്തിയോടെ പ്രാർത്ഥിച്ച് അടകക്ഷം ബാലകത്തി ഹസ്തനാഥിയ അടുത്തൊരു 3-4 മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിനകത്ത് ഇതുവരെയും നാം പ്രസംഗം കേൾക്കുകയായിരുന്നു. ആമേൻ. ഒരു നല്ല പ്രാസംഗികൻ ഒരു യോഗത്തിൽ വന്നാൽ പ്രസംഗിച്ചേച്ചും പോകും. ഒരു പ്രവാചകൻ ഒരു മീറ്റിംഗിൽ വന്നാൽ പ്രവചിച്ചേച്ചും പോകും. ഒരു ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന ഒരാൾ ഒരു യോഗത്തിൽ വന്നാൽ രോഗശാന്തി ചെയ്തിട്ടും പോകും. ഒരു നല്ല വർഷിപ്പ് ലീഡർ ഒരു യോഗത്തിൽ വന്നാൽ നല്ല പാട്ടുപാടിയേച്ചും പോകും. പക്ഷേ യേശു ഒരു യോഗത്തിനകത്ത് വന്നാൽ കർത്താവ് മിനിസ്ട്രി ചെയ്തിട്ട് പോകും. ഇന്ന് പകൽ യേശു കർത്താവ് ഈ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നെന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കരമൊന്ന് ചേർത്തടിച്ച് ശക്തിയോടെ, ബലത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ അടകമനാഥകനം ശംബാലകത്തരകത്തകരക്തകരന്തകരേതകനേതകനാഥക രക്ഷകരന്തക ലക്തകനന്തക റൂബലകത്തക രംദലപശവ രംദലകത്തുക രംദലപശവ രംദലപശവ രേതകനേതകനാഥക രക്തകനന്തകരേതന ഹസ്തകനേതന വൈഡം ദേ രീഗത്തെ നിക്ഷാലം ധാരം ധൂടം ബാലം സേരം ദേരം വൈഡം ദാലം ഷാരം ദേരം വൈഡം ദേരം ധീരം ദേരം സീരം ദേരെ. ആ പറയുന്ന അന്യഭാഷ തന്നെ ഒന്ന് തിരിയാൻ വേണ്ടി പ്രാർത്ഥിച്ച്, ആ പറയുന്ന അന്യഭാഷ തന്നെ ഒരു മലയാളത്തിലേക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച്, എത്ര പേർ ആത്മാവിന്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കും ഈ അവസാന മിനിറ്റുകൾക്കകത്ത് എന്നോടുള്ള പ്രവചന ശബ്ദം വെളിപ്പെട്ട് വരാൻ പോവുക. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സകലരോടും പറയാ, ഈ 3-4 മിനിറ്റുകൾ ദൈവം നിന്നോട് പേഴ്സണലി സംസാരിക്കാൻ പോകുകയാണ്. ഇതാ നിന്നെ ഒരു യസ്രയാക്കി സ്വർഗത്തിലധികം മാറ്റാൻ പോകുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കരയുന്ന ഒരു യസ്രായെ പോലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. മാനുഷിക പ്രതികരണങ്ങൾക്ക് വിരാമം. നീ പെനീനായുടെ മുമ്പിൽ ഇനി കരയല്ലേ ആന്റി, നീ പെനീനായുടെ മുമ്പിൽ ഇനി കരയല്ലേ, നീ സാന്നിധ്യത്തിനകത്ത് കരയാ. യേശുവിന്റെ നാമത്തിൽ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന മറിയ ഒരു മാനുഷിക പ്രതികരണം നടത്തി. അവളൊന്ന് കുനിഞ്ഞ് കല്ലറയിലോട്ട് നോക്കി. യേശു ഇല്ലെന്ന് കണ്ടപ്പോൾ അവൾ ഓടാൻ തുടങ്ങി. പത്രോസിന്റെ അടുക്കലേക്ക് ഓടാൻ തുടങ്ങി. യോഹന്നാന്റെ അടുക്കലോട്ട് ഓടാൻ തുടങ്ങി. പക്ഷെ മറിയേ, നീ ഇങ്ങനെ യേശു ഇല്ലെന്ന് കണ്ടേച്ചും മനുഷ്യരുടെ മുമ്പിൽ ഓടാൻ തുടങ്ങിയാൽ നിന്റെ ഓട്ടം എങ്ങും നിൽക്കത്തില്ല. എന്നാൽ നീ വീണ്ടും കല്ലറയിലേക്ക് വാ. ആ കല്ലറയുടെ മുമ്പേ ആത്മീയ പ്രതികരണത്തിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. അവൾ രണ്ടാം പ്രതികരണം. അപ്പോൾ ഗുരു യേശു അവളുടെ പുറകിൽ വന്നിട്ട് പറയാ, മറിയേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ആവർത്തിച്ചു വിളിച്ചു പറയാ, ആത്മീയ പ്രതികരണത്തിലേക്ക് നിനക്കൊന്ന് കയറാമെങ്കിൽ നിന്റെ പുറകിൽ നാഥൻ വന്ന് നിന്റെ പേര് വിളിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തില്